കർത്താവേ, ദൈവമേ, ഇന്ന് നടക്കുന്ന എല്ലാ പ്രോഗ്രാമുകളും അനുഗ്രഹമാക്കി തീർക്കുമാറാണമേ. ഹല്ലേലൂയ. നടക്കുന്ന ഓരോ പ്രോഗ്രാമുകളും മേൽക്കുമേൽ ഹല്ലേലൂയ ദൈവജനത്തിന് ഏറ്റവും കർത്താവ് അനുഗ്രഹപ്പെട്ടതായി തീരുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ. എല്ലാ ദാസിമാരെ അനുഗ്രഹിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്ന അടിയനെയും താഴ്ത്തി ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടനായ സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ. നമുക്കൊരു പാട്ട് പാടി ദൈവത്തെ ആരാധിക്കാം. അപ്പോൾ നമ്മുടെ ഗ്രൂപ്പിൽ കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഒരിക്കലൂടെ സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾക്ക് വീഡിയോ ഓണാക്കാൻ പറ്റുന്നവർക്ക് വീഡിയോ ഓണാക്കാം. നമുക്ക് ഒരുമനപ്പെട്ട് ഒരു പാട്ട് പാടി ദൈവത്തെ ആരാധിക്കാം. ഹാമനോഹരം യാഹേനിന്റെ ആലയം. നല്ല പാട്ട് പാടി നമുക്ക് എല്ലാവർക്കും ദൈവത്തെ ആരാധിക്കാം. മനോഹരം യാഹേനിന്റെ ആലയം, ദൈവം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്ക് അല്പസമയം ദൈവത്തെ ആരാധിക്കാൻ സാധിച്ചു. പ്രാർത്ഥനയെ സഹായിച്ച പ്രിയ സിസ്റ്ററോട് നന്ദി അറിയിക്കുന്നു. പാട്ടുപാടി ആരാധിച്ച എല്ലാ പ്രിയപ്പെട്ടവരുള്ള സ്നേഹത്തെ നന്ദി അറിയിക്കുന്നു. തുടർന്ന് നമുക്കൊരു സങ്കീർത്തനം വായനയിലേക്ക് കിടക്കാം.
സങ്കീർത്തനം വായിച്ച് പ്രബോധിപ്പിക്കുന്നതിന് വേണ്ടി പ്രിയ ജെസി സിസ്റ്ററെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാവർക്കും എന്റെ സ്നേഹവന്ദനത്തെ വീണ്ടും അറിയിക്കുന്നു. 2004 ആരംഭത്തിൽ തന്നെ ഞാനൊരു ഭാഗ്യപരീക്ഷണം എന്ന പോലെയാണ് ഈ സങ്കീർത്തന വായന ഏറ്റെടുത്തിരിക്കുന്നത്. ദൈവമായ കർത്താവ് എനിക്ക് തന്ന കഴിവിനനുസരിച്ച് ഞാൻ ദൈവസേനയിൽ നിന്ന് ഒരു സങ്കീർത്തനം വായിച്ച് അല്പം പറയാൻ ആഗ്രഹിക്കുന്നു. അതിനായിട്ട് നമുക്ക് 36-ാം സങ്കീർത്തനം വായിക്കാം. 36-ാം സങ്കീർത്തനം. ദുഷ്ടന് തന്റെ ഹൃദയത്തിൽ പാപാദേശമുണ്ട്, അവന്റെ ദൃഷ്ടിയിൽ ദൈവഭയമില്ല. തന്റെ കുറ്റം തെളിഞ്ഞു വെറുപ്പായി തീരുകയില്ല എന്നിങ്ങനെ അവൻ തന്നോട് തന്നെ മധുരവാക്ക് പറയുന്നു. അവന്റെ വായിലെ വാക്കുകൾ അകൃത്യവും വഞ്ചനയുമാവുന്നു. ബുദ്ധിമാനായിരിക്കുന്നതും നന്മ ചെയ്യുന്നതും അവൻ വിട്ടുകളഞ്ഞിരിക്കുന്നു. അവൻ തന്റെ കിടക്കമേൽ അകൃത്യം ചിന്തിക്കുന്നു, കൊള്ളരുതാത്ത വഴിയിൽ അവൻ നിൽക്കുന്നു. ദോഷത്തെ വെറുക്കുന്നതുമില്ല. യഹോവേ, നിന്റെ ദയ ആകാശത്തോളം നിന്റെ വിശ്വസ്തത മേഘങ്ങളോളം എത്തുന്നു. നിന്റെ നീതി ദിവ്യപർവ്വതങ്ങളെ പോലെ നിന്റെ ന്യായവിധികൾ വലിയ ആഴിയെ പോലെയുമാവുന്നു. യഹോവേ, നീ മനുഷ്യനെയും മൃഗങ്ങളെയും രക്ഷിക്കുന്നു. ദൈവമേ, നിന്റെ ദയ എത്ര വിലയേറിയത്. മനുഷ്യപുത്രന്മാർ നിന്റെ ചിറകിൻ നിഴലിൽ ശരണം പ്രാപിക്കുന്നു. നിന്റെ ആലയത്തിലെ പുഷ്ടി അവർ അനുഭവിച്ച് തൃപ്തി പ്രാപിക്കുന്നു. നിന്റെ ആനന്ദ നദി നീ അവരെ കുടിപ്പിക്കുന്നു. നിന്റെ പക്കൽ ജീവന്റെ ഉറവുണ്ടല്ലോ. നിന്റെ പ്രകാശത്തിൽ ഞങ്ങൾ പ്രകാശം കാണുന്നു. നിന്നെ അറിയുന്നവർക്ക് നിന്റെ ദയയും ഹൃദയപരമാർത്ഥികൾക്ക് നിന്റെ നീതിയും ദീർഘമാക്കണമേ. ഡംബികളുടെ കാൽ എന്റെ നേരെ വരരുതേ, ദുഷ്ടന്മാരുടെ കൈ എന്നെ ആട്ടിക്കളയരുതേ. ദുഷ്പ്രവർത്തിക്കാർ അവിടെ തന്നെ വീഴുന്നു, അവർ മറിഞ്ഞു വീഴുന്നു, എഴുന്നേൽപ്പാൻ കഴിയുന്നതുമില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എനിക്ക് സങ്കീർത്തന വായന ആണ്. ഞാൻ ഇന്നൊരു 1 മണിക്കൂർ മുമ്പാണ് ഞാൻ ദൈവത്തിനെ പ്രാർത്ഥിച്ചു, കർത്താവെ ഞാൻ എന്താ പറയണ്ടേ, എനിക്കൊന്നും അറിയില്ലല്ലോ. ഞാൻ ആദ്യമേ കിട്ടുന്ന സങ്കീർത്തനമായിരിക്കണം എനിക്ക് ഇന്ന് പ്രബോധിപ്പിക്കാനായിട്ട് കഴിയണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ ആദ്യമേ ബൈബിള് തുറന്നപ്പോഴേ കിട്ടിയൊരു സങ്കീർത്തനമാണ്. പക്ഷെ ദുഷ്ടന്റെ കാര്യമാണ് ആദ്യമേ കിട്ടിയത്. അപ്പൊ ഞാനോർത്ത് ഇതെന്താ ആദ്യമേ കാര്യങ്ങൾ തന്നെ കിട്ടിയല്ലോ. അപ്പൊ ഞാനതിങ്ങനെ വായിച്ചപ്പോൾ ദാവീദ് സംഗീത പ്രമാണിക്ക് ദാസനായ ദാവീദിന്റെ ഒരു സങ്കീർത്തനമാണ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ആദ്യത്തെ 1 മുതൽ 5 വരെ 4 വരെയുള്ള വാക്യങ്ങള് ദുഷ്ടന്മാരുടെ പ്രത്യേകതകളാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. അവനതിന് ദൈവഭയം ഇല്ല, പിന്നെ വെറുപ്പ്, ഇങ്ങനെയുള്ള കുറെ ഫെസിലിറ്റികൾ, അഡ്വാൻറ്റേജ് ആണ് നമുക്ക് അതിൽ കാണുവാൻ സാധിക്കുന്നത്. അകൃത്യം വഞ്ചനയാണ് ദുഷ്ടന്മാരുടെ പ്രത്യേകതകൾ. അതുപോലെ തന്നെ അവര് നന്മ ചെയ്യുന്നില്ല, അത് വിട്ടുകളഞ്ഞിരിക്കുന്നു. പിന്നെ കിടക്കമേൽ അകൃത്യം ചിന്തിക്കുന്നു, കൊള്ളരുതാത്ത വഴിയിൽ അവർ നിൽക്കുന്നു. അങ്ങനെയുള്ള ദുഷ്ടന്മാരുടെ കുറെ പ്രത്യേകതകളാണ് ആദ്യത്തെ 5 വാക്യങ്ങൾ നമുക്ക് കാണുന്നത്. പിന്നെ നമുക്ക് 5 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് കാണാം. ദൈവത്തിന്റെ ദയ, അതായത് കർത്താവിന്റെ കരുണ, അത് മുഴുവൻ നമുക്ക് താഴോട്ട് വായിക്കുമ്പോൾ കാണുന്നു. ആകാശത്തോളവും വിശ്വസ്തത മേഘങ്ങളോളം. ആകാശത്തോളവും ആകാശവും മേഘവും തമ്മിൽ വലിയ വ്യത്യാസം ഒന്നുമില്ല. കാരണം കർത്താവിന്റെ ദയ അത്രയും വലുതാണെന്നാണ് ഇവിടെ ദാവീദ് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നിന്റെ നീതി ദിവ്യ പർവ്വതങ്ങളെ പോലെയും നിന്റെ ന്യായവിധികൾ വലിയ ആഴിയെ പോലെയും ആകുന്നു എന്നാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നിന്റെ നീതി ദിവ്യ പർവ്വതം എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, വലിയൊരു കുന്ന്. നമുക്ക് എത്രത്തോളം ഹൈറ്റ് അത് അളന്ന് നമുക്ക് പറയാൻ സാധിക്കത്തില്ല. അതുപോലെയാണ് ദൈവത്തിന്റെ നീതി. നിന്റെ ന്യായവിധികൾ വലിയ ആഴിയെ പോലെ. ആഴി എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ നമുക്ക്, അതിനകത്ത് ചുഴിയുണ്ട്. നീളമായിട്ട് ഇങ്ങനെ കിടക്കുന്ന ഒരു സംഭവമാണ് ആഴി. ആഴിയെ പോലെ നിന്റെ വിശ്വസ്ത മേഖലകളോടെ നിന്റെ നീതി ദിവ്യ പർവ്വതങ്ങളെ പോലെ നിന്റെ ന്യായവിധികൾ വലിയ ആഴിയെ പോലെ ആവുന്നു. യഹോവേ, നീ മനുഷ്യരെയും മൃഗങ്ങളെയും രക്ഷിക്കുന്നു. ദൈവമേ, നിന്റെ ദയ എത്ര വിലയേറിയത്. മനുഷ്യപുത്രന്മാർ നിന്റെ ചിറകിൻ നിഴലിൽ ശരണം പ്രാപിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ ദയ എത്ര വിലയേറിയതെന്ന് ദാവീദ് ഇവിടെ പറയുകയാണ്. ആ ദയയിലാണ്, നിന്റെ ദയയിലാണ് നമ്മളെല്ലാം ശരണം പ്രാപിക്കുന്നത്. നിന്റെ ചിറകിൻ കീഴിലാണ് എല്ലാ മനുഷ്യപുത്രന്മാരും ശരണം പ്രാപിക്കുന്നു എന്നിവിടെ ദാവീദ് പറയുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഹല്ലേലൂയ. പിന്നെ ഇവിടെ ഒരു 8-ാം വാക്യം നമ്മൾ കാണുന്നു. നിന്റെ ആലയത്തിലെ പുഷ്ടി അവർ അനുഭവിച്ച് തൃപ്തി പ്രാപിക്കുന്നു. അപ്പൊ ഞാനിങ്ങനെ ഈ വാക്യം വായിച്ചപ്പോൾ ചിന്തിക്കുന്നു, ആലയത്തിലെ പുഷ്ടി അവർ അനുഭവിച്ച് തൃപ്തി പ്രാപിക്കുന്നു. അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ചു അതെന്തായിരിക്കും. അപ്പോഴാണ് പെട്ടെന്ന് എനിക്ക് എന്താ പറയാ, നമ്മളൊക്കെ പറയുന്ന പോലെ ട്യൂബ് ലൈറ്റ് പോലെ പെട്ടെന്നാണ് എനിക്കത്
കത്തിയത് മിന്നി മിന്നി എന്നിട്ട് പെട്ടെന്ന് കത്തി മീൻസ് ആലയത്തിലെ പുഷ്ടി അനുഭവിച്ചത്. അതായത് നമ്മളെ ദിവസം തോറും ദേവാലയത്തിൽ ചെല്ലുന്നു, പാടുന്നു, പ്രാർത്ഥിക്കുന്നു, വചനങ്ങൾ കേൾക്കുന്നു. അങ്ങനെയാണ് നമ്മുടെ ആത്മീയ ജീവിതത്തിനൊരു വർധനം ഉണ്ടാകുന്നത്. അങ്ങനെ ആയിരിക്കാം എന്ന് ഞാൻ എൻ്റെ ആത്മീയതയിൽ നിന്ന് ഞാൻ ചിന്തിച്ചു. ഹല്ലേലൂയ. നിന്റെ ആലയത്തിലെ പുഷ്ടി അവർ അനുഭവിച്ച് തൃപ്തി പ്രാപിക്കുന്നു, നിന്റെ ആനന്ദ നദി നീ അവരെ കുടിപ്പിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അതായത് നമ്മൾ കർത്താവിന്റെ സന്നിധിയിൽ ആലയത്തിൽ ചെല്ലുമ്പോൾ നമ്മൾ പുഷ്ടി എല്ലാം പ്രാപിച്ചു കഴിയുമ്പോൾ നമുക്കൊരു വല്ലാത്ത സന്തോഷം അല്ലേ ഉണ്ടല്ലോ. നിങ്ങൾക്കെല്ലാം അറിയാമായിരിക്കും, ഞാൻ 10ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോ ഞാൻ സ്നാനപ്പെടുന്നതിന്റെ തലേദിവസമാണ് ഞാൻ അഭിഷേകം പ്രാപിച്ചത്. അഭിഷേകം പ്രാപിച്ചപ്പോ ഭയങ്കര സന്തോഷമാണ് നമ്മുടെ ഉള്ളില്. അപ്പൊ ഞാൻ വിചാരിച്ചു ഇതുപോലൊരു സന്തോഷം ഈ ലോകത്ത്, അതായത് ഇനി നമുക്ക് കിട്ടാനില്ല എന്ന് എന്റെ മനസ്സ് അന്ന് 15 വയസ്സുള്ളപ്പോൾ ഉള്ള ഒരു അനുഭവമാണ്. എന്ന് പറഞ്ഞാല് ആ അനുഭവം പോലെ ആനന്ദ നദിയാണ്. അതൊരു ആനന്ദ നദി നമ്മളെ ദൈവം കുടിപ്പിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പിന്നെ താഴോട്ട് കാണുന്നത് ദാവീദിന്റെ യാചനയാണ്. കർത്താവ്, നിന്നെ അറിയുന്നവർക്ക് നിന്റെ ദയം, ഹൃദയപരമാർത്ഥികൾക്കും നിന്റെ ദയം ദീർഘമാക്കണമേ. അറിയുന്നവർക്ക് ദയ കൊടുക്കണമേ. അതായത് ഹൃദയപരമാർത്ഥികൾക്ക് നീതിയും ദീർഘമാക്കണമെന്ന് ദാവീദ് ദൈവത്തോട് യാചിക്കുക. ഡംബികളുടെ കാൽ എന്റെ നേരെ വരരുതേ, ദുഷ്ടന്മാരുടെ കൈ എന്നെ ആട്ടിക്കളയരുതേ. പ്രൈസ് ദി ലോർഡ്. ദുഷ്പ്രവർത്തിക്കാൾ അവിടെ തന്നെ വീഴുന്നു, അവർ മറിഞ്ഞു വീഴുന്നു, എഴുന്നേൽപ്പാൻ കഴിയാതെ വണ്ണം. ഹല്ലേലൂയ. പ്രൈസ്. ദുഷ്പ്രവർത്തിക്കാർ എന്താണെങ്കിലും അവർ എഴുന്നേൽക്കത്തില്ല, അവർ മറിഞ്ഞു വീഴുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദുഷ്ടന്റെ കുറെ കാര്യങ്ങളാണ്. അതിൽ നിന്ന് എന്നെ വിടുവിക്കണം, എന്നെ രക്ഷിക്കണമെന്നാണ് ദാവീദ് ഇവിടെ ഈ 36ാം സങ്കീർത്തനത്തിൽ കൂടി ലാസ്റ്റ് നമ്മളോട് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഈ 12 വാക്യത്തിൽ നിന്ന് ഏതാനും ചില കാര്യങ്ങൾ ദൈവസന്നിധിയിൽ പറയാൻ തക്കണ ദൈവമായ കർത്താവ് എന്നെ സഹായിച്ചു. 5 മിനിറ്റേ ഉള്ളൂ, അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പറഞ്ഞു തീർത്തു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. താങ്ക് യു. പ്രൈസ് ദി ലോർഡ്. ഒരു 36ാം സങ്കീർത്തനത്തെ ആസ്പദമാക്കി ആദ്യത്തെ 5 വാക്യത്തിൽ ദുഷ്ടന്മാരുടെയും അവരുടെ ഹൃദയവിചാരങ്ങളെ കുറിച്ചുള്ള സങ്കീർത്തനമാണ്. അതിനുശേഷം ദൈവത്തിന്റെ ദയയും ദൈവത്തിന്റെ കൃപയും ദൈവത്തിൽ ആശ്രയം വയ്ക്കുന്നവർക്ക് അവന്റെ നന്മ കൊടുക്കുന്ന ദൈവമെന്നും അതിനെക്കുറിച്ച് വിവരിക്കുന്ന ഒരു സങ്കീർത്തനമാണ് 36ാം സങ്കീർത്തനം. അതിനെക്കുറിച്ച് വളരെ വ്യക്തമായി സംസാരിപ്പാൻ സിസ്റ്റർ ദൈവം സഹായിച്ചു. തുടർന്നും ശക്തമായ രീതിയിൽ ദൈവജനം സംസാരിക്കുവാനും പ്രബോധിപ്പിക്കുവാനും ദൈവം കൃപ നൽകട്ടെ എന്ന് ആശംസിക്കുന്നു. ദൈവം സഹായിക്കുമാറാകട്ടെ. തുടർന്ന് റിപ്പോർട്ട് വായനയാണ്. റിപ്പോർട്ട് വായനയ്ക്കായിട്ട് സെക്രട്ടറി അയക്കുന്ന പ്രിയ ശൈല സിസ്റ്റർ സ്നേഹത്തോട് ക്ഷണിക്കും. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ മീറ്റിംഗ് ലീഡ് ചെയ്യുന്ന ജാൻസ് സിസ്റ്റർ, നമ്മുടെ ഗ്രൂപ്പിന്റെ ഭാരവാഹികൾ, ഇന്ന് സൂമിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർ ഏവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമത്തിൽ എന്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. 25/12/2003 ലേഡീസ് മീറ്റിംഗിന്റെ റിപ്പോർട്ട്. 25/12/2003 ലേഡീസ് മീറ്റിംഗ് സിസ്റ്റർ ജെസ്സി ജോർജിന്റെ അധ്യക്ഷതയിൽ കൂടി. സിസ്റ്റർ ജെസ്സി ജോർജ് മനോഹരമായ പാട്ടുപാടി ദൈവത്തെ ആരാധിച്ചതിന് ശേഷമായി പ്രാർത്ഥിച്ച് മീറ്റിംഗ് ആരംഭിക്കുകയുണ്ടായി. തുടർന്ന് സിസ്റ്റർ ലതാ ഷാജി 42ാം സങ്കീർത്തനം വായിച്ചു പ്രബോധിപ്പിച്ചു. അതിനുശേഷമായി സിസ്റ്റർ ഷൈല ബെന്നി 11/12/2023 റിപ്പോർട്ട് വായിച്ചു. സിസ്റ്റർ മേരിക്കുട്ടി ചെറിയാൻ പാസാക്കുകയും സിസ്റ്റർ ലതാ ഷാജി പിന്താങ്ങുകയും ചെയ്തു. തുടർന്ന് സിസ്റ്റർ മേരിക്കുട്ടി ചെറിയാൻ മധ്യസ്ഥ പ്രാർത്ഥന ലീഡ് ചെയ്തു. സഹോദരിമാർ വിഷയങ്ങൾ ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചു. തുടർന്ന് സിസ്റ്റർ സാറാമ്മ ചെറിയാൻ തന്റെ അനുഭവ സാക്ഷ്യം പറയുകയുണ്ടായി. അതിനുശേഷമായി സിസ്റ്റർ ജെസ്സി ജോർജ് അനുഗ്രഹിക്കപ്പെട്ട ഒരു സ്പെഷ്യൽ പ്രോഗ്രാം നടത്തി. തുടർന്ന് ഷൈല ബെന്നി ഒരു സ്പെഷ്യൽ പ്രോഗ്രാം നടത്തുകയുണ്ടായി. അതിനുശേഷമായി സിസ്റ്റർ ഗ്രേസി പോൾ ആന്റി ലൂക്കോസിന്റെ സുവിശേഷം 7ാം അധ്യായത്തിന്റെ 13ാം വാക്യം വായിച്ച് അനുഗ്രഹിക്കപ്പെട്ട മെസ്സേജ് പറയുകയുണ്ടായി. അതിനുശേഷമായി സിസ്റ്റർ പുതുതായി കടന്നു വന്ന മേരി ജോർജ് 1 മിനിറ്റിൽ തന്നെ പരിചയപ്പെടുത്തുകയും പിന്നീട് പ്രാർത്ഥിച്ച് ആശീർവാദം പറയുകയും ചെയ്ത് മീറ്റിംഗ് അവസാനിപ്പിച്ചു. ഈ റിപ്പോർട്ട് ഞാൻ നിങ്ങളുടെ മുൻപിൽ പാസ്സാക്കുന്നു. അതിനുശേഷമായിട്ട് നമ്മുടെ മീറ്റിംഗിന്റെ നമ്മുടെ ഗ്രൂപ്പിന്റെ വൈസ് പ്രസിഡന്റ് ആയിരിക്കുന്ന മേരിക്കുട്ടി ആന്റി എല്ലാവർക്കും നന്ദി പറയുകയും പുതുവത്സര ആശംസകളൊക്കെ അറിയിക്കുകയൊക്കെ ചെയ്തു. ഈ റിപ്പോർട്ട് ഞാൻ നിങ്ങളുടെ മുൻപിൽ സമർപ്പിക്കും. പാസ്സാക്കാമോ? റിപ്പോർട്ട് ഭേദഗതി ഇല്ലെങ്കിൽ ഒരാൾക്ക് പാസ്സാക്കാം, ഒരാൾക്ക് പിന്താങ്ങാം. കഴിഞ്ഞ ആഴ്ച ഉണ്ടായിരുന്നവര് പാസ്സാക്കിയ റിപ്പോർട്ട് പാസ്സാക്കുകയും പിന്താങ്ങുകയൊക്കെ ചെയ്യേ. റിപ്പോർട്ട് പാസ്സാക്കിയിരിക്കുന്നു. ഓക്കെ. ഒരാൾ പിന്താങ്ങിക്കും. ആരാ പിന്താങ്ങിയേ?
കഴിഞ്ഞ ആരെങ്കിലും ഒരാളെ പിന്താങ്ങിക്കോ. എന്തെങ്കിലും ഭേദഗതി വരുത്തുന്നുണ്ടെങ്കിൽ പറയാം. പിന്താങ്ങിയിരിക്കുന്നു. ഓക്കെ. ഓക്കെ, ദൈവം ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. തുടർന്ന് മധ്യസ്ഥ പ്രാർത്ഥനയാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ലീന അലക്സാണ്ടർ ആണ്, സിസ്റ്റർ അല്ല, ലത സിസ്റ്റർ ആണല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായിട്ട് ലത സിസ്റ്റർ സ്നേഹത്തോട് സ്വാഗതം ചെയ്യും. ഹല്ലേലൂയ, പ്രൈസ് ലോർഡ്. ഈ സന്ധ്യാസമയത്ത് ലേഡീസ് ഗ്രൂപ്പില് മീറ്റിംഗ് കടന്നു വരുവാൻ ദൈവം അടിയനെ അവിടുന്ന് ബലപ്പെടുത്തി. പ്രസിഡന്റും കുടുംബവും, ലേഡീസിന്റെ പ്രസിഡന്റ്, സെക്രട്ടറി, മറ്റെല്ലാ ഭാരവാഹികളെ ലീഡ് ചെയ്യുന്ന സഹോദരി, പ്രോഗ്രാം അവതരിക്കുന്ന എല്ലാവർക്കും യേശു ക്രിസ്തു നാമത്തിന്റെ സ്നേഹം നൽകി ഞാൻ ആദ്യമേ ഒരു താങ്ക്സ് പറയട്ടെ. ഞാൻ ഇന്ന് ഒരു മാമോ ചെയ്യാനായിട്ട് കടന്നുപോയി. അതിന്റെ റിസൾട്ട് നെഗറ്റീവ് ആണെന്നുള്ള ധാരണയിലാണ് ഞാൻ വന്നത്. കാരണം ഞങ്ങൾ 5-6 പേരുണ്ടായിരുന്നു. 2 പേരെ ഞങ്ങൾ ഡോക്ടറെ കാണണ്ട, വീട്ടിൽ പൊക്കോളാൻ പറഞ്ഞു. റിസൾട്ട് അടുത്ത ആഴ്ച വരുമെന്ന് പറഞ്ഞു. ബാക്കിയുള്ളവർ ഡോക്ടറെ കാണണം. അവിടെ ഇരുന്നവരവരൊക്കെ നമുക്കൊന്നുമില്ല സഹോദരിമാരെ. അവരുടെയൊക്കെ അവസ്ഥകൾ കണ്ട ചെറുപ്പക്കാര് ബിലോ 30 years ഒക്കെ വന്ന് ഇരിക്കുന്ന കണ്ടാൽ നമ്മൾക്കൊന്നുമില്ല, നമ്മുടെ രോഗങ്ങളൊക്കെ. എനിക്ക് വളരെ സങ്കടം തോന്നി. അവരുടെയൊക്കെ അവസ്ഥകൾ ഇതൊക്കെ ചെയ്യാനായിട്ട് വന്നതാണ്. ദൈവം എത്ര അതിശയകരമായി പ്രാർത്ഥനയുടെ ബലത്താൽ അടിയനെ വിടുവിച്ചു. ദൈവം കരുണ കാണിച്ച് പ്രാർത്ഥിച്ച എല്ലാവർക്കും. ലേഡീസ് ഗ്രൂപ്പ് വളരെ ശക്തമായി നമ്മൾ ഐക്യതയോട് സ്നേഹത്തോട് എന്നാൽ ഏത് വിഷയത്തിന്മേലാണ് ദൈവം പ്രവർത്തിക്കാത്തത്? എന്റെ ശരീരത്തിന്റെ പ്രയാസങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ ഞാൻ ഒത്തിരി ഭാരപ്പെട്ടു. എന്നാലും ദൈവം അത്ഭുതം പ്രവർത്തിച്ചു. നന്ദി. പ്രാർത്ഥനാ വിഷയങ്ങൾ പറയുന്നു. ആദ്യം നമുക്ക് നമ്മുടെ പ്രസിഡന്റിനെയും കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കാം. ദാസന്റെ പ്രവർത്തനങ്ങളെയൊക്കെ ദൈവം ഇത്രത്തോളം അനുഗ്രഹിച്ചല്ലോ. മേരിക്കുട്ടി ആന്റെ ദൈവകരങ്ങളിൽ വഹിക്കാം. ശാരീരികവും മാനസികമായി ഉറപ്പും ധൈര്യവും പ്രത്യാശയും കൊടുക്കുവാനും ദാസനോട് കരുത്തോട് കരം കോർത്ത് ചേർന്ന് ദൈവരാജ്യ കെട്ടുപണിക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ അമേരിക്കയുടെ പ്രദേശത്ത് ഇതിൻ്റെതായ പ്രവർത്തനങ്ങളൊക്കെ ആരംഭിക്കണം. അവിടെ മാത്രമല്ല മൂലമെമ്പാടും ഇതിൻ്റെതായ പുത്ര സംഘടനകൾ ആരംഭിക്കുവാനും അത് ഒരു ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട നിലയായി തീരുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. തക്കതായ ദേവദാസന്മാരെ, അഭിഷിക്തന്മാരെ അതിന് നമുക്ക് ലഭിക്കണം. ദൈവനാമത്തിന് കടന്നു പോകുവാനും പ്രവർത്തിപ്പാനുള്ളവരെ നമുക്ക് ലഭിക്കണം. അത് മിനിസ്ട്രിയുടെ എല്ലാ പ്രവർത്തനങ്ങളും, നമ്മുടെ എല്ലാ ഗ്രൂപ്പുകളിൽ നടക്കുന്ന എല്ലാ പ്രോഗ്രാമുകളും ഏറ്റവും അനുഗ്രഹമായി തീരുവാന്, അനേകർ ഓടി വന്ന് ആശ്വാസം പ്രാപിപ്പാൻ, അഭയം പ്രാപിപ്പാൻ ഇതൊരു വൻ പ്രസ്ഥാനമായി തീരുവാന് ഈ വിഷയം ഓർത്ത് ആർക്കെങ്കിലും ഒരാൾക്ക് പ്രാർത്ഥിക്കാം. ആരെങ്കിലും പ്രാർത്ഥിച്ചാട്ടെ, പേര് പറയുന്നുണ്ട്. സ്തോത്രം. കരുണയുള്ള ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കട്ടെ. വിലയേറിയ സമയത്തിനായിട്ട് അങ്ങേ വാഴ്ത്തുന്ന കർത്താവേ, നിന്റെ മക്കളാവും ഞങ്ങൾക്ക് ധൈര്യത്തോട് പ്രിയ പിതാവിന്റെ സന്നിധിയിൽ ഞങ്ങൾ കടന്നു വരുന്നു. അപ്പാ, ഞങ്ങളെ കഴുകണമേ, ശുദ്ധീകരിക്കണേ. പോരായ്മകളും നന്ദിയോടും ബുദ്ധിയോടും പ്രാർത്ഥനയുടെ പ്രവേശങ്ങളെല്ലാം ക്ഷമിക്കണേ. അവിടുത്തെ ദാസി പറഞ്ഞ എല്ലാ വിഷയങ്ങളത്തെ അവിടുത്തെ ഉള്ളംകരത്തിൽ ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന കേൾക്കുന്നതിനാലോവേ നീ മറുപടി നൽകണമേ. നന്ദിയോട് സ്തോത്രത്തിന്റെ ഭാരവാഹികളായ എല്ലാ പ്രിയപ്പെട്ടവർക്ക്, പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, തന്റെ ടീമിനോട് ചേർന്ന് പ്രവർത്തിക്കുന്ന എല്ലാ പ്രവർത്തനത്തിലും ദൈവത്തിന് സാന്നിധ്യം ഉണ്ടായിരിക്കണേ. എല്ലാം അങ്ങയുടെ നാമം മഹത്വമായിരിക്കാൻ, സ്വർഗം സന്തോഷിക്കുന്ന സമയമായി തീരുവാൻ, ആത്മാക്കൾ വിടുതലായി തീരുവാൻ, പാവികൾ മാനസാന്തരപ്പെടുവാൻ, രോഗികൾ വിടുതൽ പ്രാപിപ്പാൻ എല്ലാം കർത്താവിന്റെ നാമം മഹത്വമാക്കി തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് ചെയ്ത എല്ലാ നന്മകൾക്കായിട്ട് സ്തോത്രം. ലൈനുള്ള എല്ലാ പ്രിയപ്പെട്ട സഹോദരിമാരെ, അവരുടെ കുടുംബങ്ങളെയും ഭാരപ്പെടുന്ന വിഷയങ്ങൾ, പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾ, ഇന്നത്തെ എല്ലാ പ്രോഗ്രാം എല്ലാം അങ്ങയുടെ നാമം മഹത്വമാക്കി തരണമേ. കർത്താവേ, ഞങ്ങൾക്കല്ല യഹോവേ, ഞങ്ങൾക്കെല്ലാം അങ്ങയുടെ നാമം മഹത്വമാക്കി തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ചെയ്ത എല്ലാ ഉപകാരങ്ങൾക്കും നന്ദിയോട് സ്തോത്രം. സമ്പൂർണമായ താഴ്ത്തി ഏൽപ്പിക്കുന്നു. മഹത്വം കർത്താവ് എടുത്താട്ടെ. യേശുവിന്റെ നാമത്തിൽ അപേക്ഷിച്ചും കൃപയോട് കേൾക്കണമേ. ഹല്ലേലൂയ. സ്തോത്രം. പ്രാർത്ഥിച്ച പ്രിയ മാതാവിനെ ദൈവം അനുഗ്രഹിക്കട്ടെ, അധികം പ്രതിഫലങ്ങൾ നൽകി മാനിക്കട്ടെ. നമ്മുടെ പ്രാർത്ഥന ദൈവം കേട്ടിരിക്കാൻ, മറുപടി നമുക്കായി ഒരുക്കിയിരിക്കാൻ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. അടുത്തതായിട്ട് നമുക്ക് രോഗികളെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കാം. നമ്മുടെ ട്രിനിറ്റി കുടുംബം എല്ലാ ഭവനങ്ങളെയും വെച്ച് വായിക്കാൻ, രോഗികളെ ഓർത്ത് രോഗത്താൽ ഭാരപ്പെടുന്നവരുണ്ട്. അങ്ങനെ എല്ലാ ആശുപത്രികളിലും ഭവനങ്ങളിലും ഒക്കെ നമ്മൾ അറിഞ്ഞും അറിയാതെയൊക്കെ രോഗികളായി ഭാരപ്പെടുന്നവരുണ്ട്. വിവിധമായ അവസ്ഥയിൽ കൂടി വിവിധമായ ട്രീറ്റ്മെന്റ്, മാരകമായ രോഗം കടിമപ്പെട്ടവരെ, അങ്ങനെയുള്ളവർക്ക് നമ്മൾ ഓർത്ത് പ്രാർത്ഥിക്കാം. നമ്മുടെ ബാധ്യതകളായ മാതാപിതാക്കളെ ഓർത്ത് പ്രാർത്ഥിക്കാം. വിശേഷം നമ്മുടെ യൗവനക്കാരെ ഓർത്ത് പ്രാർത്ഥിക്കാം. കുഞ്ഞുങ്ങളെയൊക്കെ ദൈവസന്നിധിയിൽ നിർത്തണം. നമ്മുടെ വിദ്യാഭ്യാസം നടത്തുന്ന കുഞ്ഞുങ്ങളുണ്ട്, വിശേഷാൽ SLC പരീക്ഷ എഴുതുന്ന കുഞ്ഞുങ്ങളെ പ്രത്യേകം നമുക്ക് ദൈവകരങ്ങളിൽ ഏൽപ്പിക്കണം. അവരുടെ 10 വർഷത്തെ ഓട്ടവാധ്വാനവും +1, 10, +2 എഴുതുന്ന കുഞ്ഞുങ്ങളെ, ഇവരെയൊക്കെ നമുക്ക് ദൈവസന്നിധി വഹിക്കാൻ. നമ്മുടെ പിഞ്ചു കുഞ്ഞുങ്ങളെ ബാലാശം വിടുവിക്കണം. അങ്ങനെ ഈ പറയപ്പെട്ടതായ വിഷയങ്ങള്, നമ്മുടെ ഭവനങ്ങളെ, നമ്മുടെ വിഷയങ്ങള്, ഞാൻ പറയപ്പെട്ട ഈ വിഷയങ്ങളെ ഓർത്ത് ആർക്കെങ്കിലും ഒരാൾക്ക് പ്രാർത്ഥിക്കാം.
കർത്താവെ നന്ദിയോടെ സ്തോത്രം സ്തോത്രം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗസ്ഥപിതാവേ, ഞങ്ങളുടെ വിഷയങ്ങളുമായിട്ട് ദൈവസന്നിധിയിലേക്ക് ഞങ്ങൾ അടുത്ത് വരുന്ന കർത്താവെ, ദൈവമേ, കുടുംബത്തിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവകരങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന എല്ലാ കുടുംബങ്ങളെ കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ദൈവമാകുന്ന കർത്താവെ, രോഗികളായി ഭാരപ്പെടുന്നവരെ ഓർക്കുന്നു. ദൈവമാകുന്ന കർത്താവെ, കാലേരിയ ദൈവം വിടുവിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ സൗഖ്യമാക്കുന്ന ദൈവമാണെന്ന് കർത്താവിന്റെ വചനത്തിലുണ്ടല്ലോ. കർത്താവെ, രോഗത്താൽ കഷ്ടപ്പെടുന്നവരെ കർത്താവ് സൗഖ്യമാക്കണം. കർത്താവെ, കുഞ്ഞുങ്ങളെ കുടുംബങ്ങളെ എല്ലാം കർത്താവ് അനുഗ്രഹിക്കുമാറാകണമേ, വിടുവിക്കുമാറാകണമേ. കർത്താവെ, വരവിലെല്ലാം ദൈവസ്ഥാനത്ത് അനുഭവിപ്പാൻ്റെ ഗുണം ദൈവടിയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ശത്രുവായനാരുടെ മേലും ദൈവടിയാകരുതെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ദൈവമേ, നാളെ പരീക്ഷ എഴുതുന്നതായ കുഞ്ഞുങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ദൈവമേ, സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, 10ാം ക്ലാസിന്റെ പരീക്ഷ എഴുതുന്ന മക്കളെ, +1 പരീക്ഷ എഴുതുന്ന മക്കളെ കർത്താവെ, എല്ലാവരെയും ദൈവകരങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നവരെല്ലാം ധാരാളമായി അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കുഞ്ഞുങ്ങൾ പഠിക്കുന്നത് അവരുടെ ഹൃദയത്തിൽ പതിവാനും കർത്താവെ, പരീക്ഷയിൽ കർത്താവെ, എല്ലാ ചോദ്യങ്ങൾക്കും നല്ല ശരിയായ ഉത്തരം എഴുതുവാനെല്ലാം ദൈവത്തിന്റെ ആത്മാവർക്ക് തുണന്ന് സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവയുടെ ജീവിതത്തിൽ കർത്താവിന് പ്രയോജനമുള്ള മക്കളായി തീരേണ്ടതിനോട് ഭാവിയുടെ അനുഗ്രഹത്തിന് എല്ലാം കാരണമാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഹാലേലുയാ, ദൈവത്തിന് നന്ദിയോട് സ്തോത്രം. കർത്താവ്, ഈ പരീക്ഷാ നാടുകൾ കുഞ്ഞുങ്ങൾ രോഗത്താലും കഷ്ടത്താലൊന്നും പ്രയാസത്താലൊന്നും ഭാരപ്പെടുവാൻ അനുവദിക്കരുതെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, എല്ലാവരും സന്തോഷത്തോടെ സമാധാനത്തോടെ കടന്നു പരീക്ഷ എഴുതുവാൻ കർത്താവ് സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, അതുപോലെ ഏതെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിൽ അതും ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കർത്താവിന്റെ മേലും ദൈവം പ്രവർത്തിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കരങ്ങളിലേക്ക് കാലവും ഏൽപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടനായ സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്ന ഉപയോഗങ്ങൾ മാറാകണമേ. ആമേൻ. സ്തോത്രം. ദൈവം അനുഗ്രഹിക്കട്ടെ. അടുത്തതായിട്ട് ഒരു വിഷയം പറയുന്നു. നമ്മളുടെ 14 ഡിസ്ട്രിക്റ്റിനെ ഓർത്ത് പ്രാർത്ഥിക്കുക. അവിടെ ആയിരിക്കുന്ന കോർഡിനേറ്റർമാരെ ഓർത്ത് പ്രാർത്ഥിക്കാം. നമ്മുടെ പല ഡിസ്ട്രിക്റ്റുകളിലും കോർഡിനേറ്റർമാരില്ല. അതിന് തക്കതായ അഭിഷിക്തന്മാരെ ദൈവം അവിടെ നമ്മുടെ തൃശ്ശൂര്, ഇങ്ങനെ പല തിരുവനന്തപുരത്ത്, പല പാലക്കാട്, പല സ്ഥലങ്ങളിലും ഇല്ല. അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ കോർഡിനേറ്റർമാരെ ലഭിക്കണം. അതിന് മെന്റേഴ്സിനെയും നമ്മുടെ അഡ്മിന്മാരെയും എല്ലാം ദൈവം നമുക്ക് വഹിച്ച് പ്രാർത്ഥിക്കാം. ദൈവിക പ്രവർത്തികളെ മീഡിയ വഴിയും പരസ്യവും വഴിയും പലവിധമായ ശുശ്രൂഷ ചെയ്യുന്നവരെ ദൈവം അധികമായി അനുഗ്രഹിക്കണം. പലവിധമായ രോഗത്താൽ ട്രീറ്റ്മെന്റിന് വേണ്ടി ഭാരപ്പെടുന്നവരുണ്ട്. അവർക്ക് പുതുവഴികൾ തുറന്നു കൊടുത്ത് മാനിക്കണം. വിശേഷം ഇന്നത്തെ മീറ്റിങ്ങിനെ ദൈവങ്ങളിലേക്ക് പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഇത്രത്തോളം ഉണ്ടായിരുന്നു. വചനം പറയുന്ന ദാസിയെ ദൈവത്തിന്റെ മറിഞ്ഞിരിക്കുന്ന മർമ്മങ്ങളെ 2024 ഒരു പുതിയ കാഴ്ചപ്പാടിലേക്ക് നടത്തുവാൻ, പുതിയ തീരുമാനത്തിലേക്ക് എടുത്തു വെക്കാൻ, എല്ലാം നന്നായി ചെയ്യുവാൻ, ദൈവം നല്ല മെസ്സേജുകൾ തരുവാൻ, വചനം കേൾക്കുമ്പോൾ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിപ്പാൻ, വല്ലപ്പോഴും ഒഴുകിപ്പോയിരിക്കണം, അധികം ഹൃദയത്തെ സംഹരിപ്പാൻ നമ്മളെ എല്ലാം ബലപ്പെടുത്തണം. ആദ്യോടൊന്നും ദൈവസന്നിധി അനുഭവിപ്പാൻ ദൈവം കൃപ നൽകേണ്ടതിന് ഈ ഒരു വിഷയം കൂടെ പ്രാർത്ഥിച്ച് ദൈവസന്നിധി നമുക്കായിരിക്കാം. ആരെങ്കിലും ഒരാൾ പ്രാർത്ഥിക്കും. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രി ഞങ്ങളുടെ ദാസി പറഞ്ഞതായ പ്രാർത്ഥനാ വിഷയങ്ങളെല്ലാം സ്തോത്രത്തോടെ ഏൽപ്പിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ കേരളത്തിലെ 14 ജില്ലകൾക്കായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ പല ജില്ലകളിലും കോർഡിനേഴ്സ് ഇല്ലല്ലോ കർത്താവെ. ഹാലലിയ, കോർഡിനേഴ്സ് വേണ്ട ജില്ലകളിലൊക്കെയും കർത്താവിന്റെ ഹിതപ്രകാരമുള്ള ഹാലലിയ ദൈവദാസന്മാരെ ദൈവം എഴുന്നേൽപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ തിരഞ്ഞെടുക്കുന്നു നല്ല പച്ച ഹാലലിയ ദൈവാത്മാവ് തന്നെ കോർഡിനേഴ്സിനെ തിരഞ്ഞെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ ശുശ്രൂഷകൾ ഓരോ ജില്ലയ്ക്കും വലിയ വിടുതലായി തീരുവാൻ ദൈവമായ കർത്താവ് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിവിധ മാർഗങ്ങളിലൂടെ കർത്താവിന്റെ വേല ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന കർത്താവിന്റെ വേലയിൽ എല്ലാവരും വർദ്ധിച്ചു വരുവാൻ ദൈവമായ കർത്താവ് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഹാലേലുയ. അതുപോലെ പല രോഗങ്ങളാൽ ഭാരപ്പെട്ടിട്ട് ദൈവമേ ചികിത്സയ്ക്ക് നിവൃത്തിയില്ലാതെ വളരെ ഭാരത്തോടായിരിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്. എല്ലാവർക്കും വേണ്ടി പുതുവഴികളെ തുറന്നു കൊടുത്ത് ദൈവം മാനിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഹാലേലുയ. ഇന്നത്തെ ഞങ്ങളുടെ ലേഡീസ് മീറ്റിങ്ങിനെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ഇത്രത്തോളം ദൈവം സഹായിച്ചല്ലോ. വീണ്ടും ദൈവ സാന്നിധ്യത്തിനുള്ളിൽ ഞങ്ങളെ ഇരുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തിരുവചനം സംസാരിക്കുന്ന ദൈവദാസിക്കായി സ്തോത്രം ചെയ്യുന്നു. ദാസി അങ്ങ് ക്രൂശിന്റെ മറവിൽ നിർത്തണമേ കർത്താവെ. മാനുഷികമായ ശബ്ദമല്ലപ്പ, ദൈവത്തിന്റെ ഇമ്പമാർന്ന ശബ്ദം ഞങ്ങളെ കേൾപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, വല്ലപ്പോഴും ഒഴുകി പോകാതിരിക്കേണ്ടതിന് കേൾക്കുന്ന വചനങ്ങൾ അധിക ശ്രദ്ധയോട് കരുതുവാൻ ദൈവം ഞങ്ങളെ സഹായിച്ചാട്ടെ. എല്ലാ വിധത്തിലും ദൈവ മഹത്വം വെളിപ്പെടും. പ്രാർത്ഥന കേട്ടിരിക്കാൻ നന്ദി. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ, ആമേൻ. ദൈവോടിയനെ ബലപ്പെടുത്തി എല്ലാവരും അടിയനോട്ട് പ്രാർത്ഥിക്കുക. ദൈവം അവസരം തന്ന ആശയം ദൈവം അനുഗ്രഹിക്കട്ടെ. ഓക്കെ. പ്രൈസ് ദി ലോർഡ്. നല്ല രീതിയിൽ മധ്യസ്ഥ പ്രാർത്ഥന ലീഡ് ചെയ്ത പ്രിയ സിസ്റ്ററോടുള്ള സ്നേഹത്തെ നന്ദി അറിയിക്കുന്നു. അതുപോലെ പ്രിയ ദൈവദാസിക്ക് 2020 നല്ല പ്രാരംഭത്തിൽ തന്നെ ഒരു വലിയൊരു വിടുതലിന്റെ സാക്ഷിയായി നിൽപ്പാൻ ദൈവം സഹായിച്ചു. തുടർന്ന് പൂർണ്ണമായ സൗഖ്യം ആരോഗ്യം ഉണ്ടാകട്ടെ. അതുപോലെ പ്രാർത്ഥനയിൽ സഹായിച്ച പ്രിയ സഹോദരിമാരുള്ള സ്നേഹത്തെ നന്ദി അറിയിക്കുന്നു. തുടർന്നും ഈ ദിവസങ്ങളെ പ്രാർത്ഥന ജീവിതത്തിൽ മുന്നോട്ട് പോകാനും നമ്മൾ പറയപ്പെട്ട വിഷയങ്ങളോർത്ത് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലും പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ഒരു വേദവാക്യം വീണ്ടും നമുക്ക് അടുത്ത പ്രോഗ്രാം ഒരു പാട്ടാണ്.
പാട്ടിന് വേണ്ടിയിട്ട് പ്രിയ സ്നേഹ ബിനോയ് സിസ്റ്റർ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യും. പ്രൈസ് ലോർഡ്. എൻ്റെ പേര് സ്നേഹ വിജോയ്. ഞാനൊരു ന്യൂ കമറാണ്. ട്രിനിറ്റി മിനിസ്ട്രി ഇന്റർനാഷണൽ പ്രേയറിൽ എനിക്ക് ഒരു ഭാഗമായതിൽ ഞാൻ വളരെ സന്തോഷിക്കുന്നു. എനിക്ക് നൽകപ്പെട്ടിരിക്കുന്ന പ്രോഗ്രാം പാട്ടാണ്. നമുക്കൊരു പാട്ട് കേൾക്കാം. എത്ര നാളീ ഭൂവിൽ വസമിൻ സോദരാ, ഇത്ര നാൾ നടത്തിയ ദൈവമേ നിൻ കൃപ, ഇത്ര നാൾ നടത്തിയ ദൈവമേ നിൻ കൃപ, ഇന്നു കാണുന്നോരെല്ലാം നാളെയുണ്ടാകുമോ, നാളെയാം നാളുകൾ നാഥൻ കരത്തിലല്ലോ, നാളെയാം നാളുകൾ നാഥൻ കരത്തിലല്ലോ. ചലിക്കും കാൽക്കരങ്ങൾ തുടയ്ക്കും ഹൃദയവും ശ്വസിക്കും ജീവശ്വാസം എല്ലാം നിന്ദാനമേ, ശ്വസിക്കും ജീവശ്വാസം എല്ലാം നിന്ദാനമേ. ദൈവമേ നിൻ കൃപ, എല്ലാമേ നിൻ കൃപ, ഇന്നോളം നടത്തിയ ദൈവമേ നിൻ കൃപ, ഇന്നോളം നടത്തിയ ദൈവമേ നിൻ കൃപ, മറ്റും പ്രതാപം വിട്ടുപോയിടുമേ, സ്വത്തു സുഖങ്ങളും നഷ്ടമായിടുമേ, സ്വത്തു സുഖങ്ങളും നഷ്ടമായിടുമേ. അക്കരെ നാട്ടിലെ നിക്ഷേപം ഉണ്ടെങ്കിൽ സ്വർഗകനാൻ വാസം എത്രയാനന്ദമേ, സ്വർഗകനാൻ വാസം എത്രയാനന്ദമേ. ക്രിസ്തുവിൽ ജനിച്ചോരേ, ക്രിസ്തുവിൽ വളർന്നോരേ, ക്രിസ്തുവിൽ മരിപ്പോരേ, ഭാഗ്യവാന്മാർ നിങ്ങൾ, ക്രിസ്തുവിൽ മരിപ്പോരേ, ഭാഗ്യവാന്മാർ നിങ്ങൾ. നിത്യമാം രാജ്യവും നിത്യഭവനവും കർത്തനോടൊപ്പമുള്ള വാസം മനോഹരം, കർത്തനോടൊപ്പമുള്ള വാസം മനോഹരം. ഇത്ര നാളീ ഭൂമിയിൽ വാസമെൻ സോദരാ, ഇത്ര നാൾ നടത്തിയ ദൈവമേ നിൻ കൃപ, ഇത്ര നാൾ നടത്തിയ ദൈവമേ നിൻ കൃപ, ഇത്ര നാൾ നടത്തിയ ദൈവമേ നിൻ കൃപ. താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു സിസ്റ്റർ. ഏറ്റവും മനോഹരമായ ഒരു ഗാനമായിരുന്നു സ്നേഹ സിസ്റ്റർ ആലപിച്ചത്. തുടർന്നും സിസ്റ്റർക്ക് നമ്മുടെ ലേഡീസ് മീറ്റിംഗിലേക്ക് എപ്പോഴും സ്വാഗതം. നല്ല നല്ല പ്രോഗ്രാം അവതരിപ്പിക്കാൻ തുടർന്ന് കൃപ നൽകട്ടെ. പാട്ടുകളും അതുപോലെ മറ്റു പ്രോഗ്രാമുകളെല്ലാം അവതരിപ്പിക്കണം. നമ്മുടെ ജീവിതത്തെക്കുറിച്ചും പിന്നെ ദൈവസന്നിധിയിൽ കടന്നു ചെന്നിട്ടുള്ള ആനന്ദത്തെക്കുറിച്ചും ഏറ്റവും അത് വർണ്ണിക്കുന്ന ഏറ്റവും നല്ല മനോഹരമായ ഗാനമായിരുന്നു. ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. തുടർന്ന് നമുക്കൊരു ബൈബിൾ റെഫറൻസ് ആണ്. ബൈബിൾ റെഫറൻസിന് അവതരിപ്പിക്കാനായിട്ട് പ്രിയ സിനി ബാബു സിസ്റ്റർ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യും. സിസ്റ്റർ കേൾക്കുന്നില്ലല്ലോ. ബൈബിൾ റെഫറൻസ് പിന്നെ സിസ്റ്റർ സൗണ്ട് ഇല്ല കേട്ടോ. അല്ല വന്നില്ലല്ലോ. വന്നോ? ഓൺലൈൻ ഇതിൽ വന്നോ?
സിനി ബാബുസിന് വന്നിട്ടുണ്ട്, ഒന്ന് വീഡിയോ ഉണ്ടാക്കി പോയി. ഒന്നും കേൾക്കത്തില്ല കേട്ടോ. മൈക്ക് ഒന്നും കൂടി മ്യൂട്ട് അൺമ്യൂട്ട് ചെയ്യേ. രാവിലെ വചനവും സാക്ഷ്യം കേൾക്കാൻ നേരത്ത് എന്തോ പ്രശ്നമായിരുന്നു പറയുന്നത് കേട്ടായിരുന്നു. ഇപ്പം പോയല്ലോ. പിന്നെ സിസ്റ്റർക്ക് നെറ്റിന്റെ ഇഷ്യൂസ് ആണെങ്കിൽ മറ്റാർക്കെങ്കിലും നടത്താൻ താല്പര്യം ഉണ്ടെങ്കിൽ വേഗം നടത്താം. ഒരു പ്രോഗ്രാം കഴിഞ്ഞ് അടുത്തത് വരെ. ആരെങ്കിലും നടത്തുന്നോ? ബൈബിൾ റെഫറൻസ് എളുപ്പമുള്ളതല്ലേ. പ്രോഗ്രാം നടത്തും, എന്നിട്ട് നോക്കിയിട്ടല്ലെങ്കിൽ നടത്താം. അടുത്തത് നടത്തും. ഓക്കെ. സിസ്റ്റർക്ക് എന്തോ നെറ്റ് ഇഷ്യൂസ് വന്നു, അതുകൊണ്ട് ചെയ്യാൻ കഴിഞ്ഞില്ല. സൗണ്ട് ഒന്നും കേൾക്കുന്നില്ല. അപ്പോൾ നമുക്ക് അടുത്തതായിട്ടുള്ളത് ഒരു സ്പെഷ്യൽ പ്രോഗ്രാം ആണ്. ആ സ്പെഷ്യൽ പ്രോഗ്രാമായിട്ട് നമ്മുടെ സെക്രട്ടറി അയക്കുന്ന ശൈല സിസ്റ്റർ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്നേഹവന്ദനം. ഞാന് ചില പാട്ടിന്റെ ഇടയ്ക്കുന്നാ പാടുന്നത്. നിങ്ങൾ അതിന്റെ ആരംഭം പാടണം. ഞാൻ രണ്ടുപേരും പാടിയതിന് ശേഷം നിങ്ങൾ പാടിയാൽ മതി കേട്ടോ. ഓക്കെ, തുടങ്ങുവാണേ. കുഞ്ഞിനെ ചിറകിൻ കീഴിൽ മറയ്ക്കും പോലെ കഴുകന്തൻ അതാണോ ആരംഭം പാടും. നന്ദി യേശുവേ, നന്ദി യേശുവേ. അല്ലല്ല ആണോ? അല്ല, പ്രാണപ്രിയ. ആരാ പാടിയത്? സൂസൻ ബാബു. ഓക്കെ, അടുത്തതേ. കഷ്ടത പട്ടിണി ഇല്ലാത്ത നാട്ടിൽ നാം ഒരുക്കുന്ന സന്തോഷ വീട്ടിൽ നാം കാലം ഓർക്കുമ്പോ ഇതരയിൽ ഖേദമെല്ലാം ആരാ പാടിയത്? ആദ്യം ഞാൻ പറഞ്ഞു, അഞ്ഞില്ല ചേച്ചി പാടി. ഓക്കെ, അടുത്തത്. നിൻ കൈകൾ എൻ ആരാധ്യൻ യേശു. അതല്ലേ? ഓക്കെ, ഞാൻ രണ്ടുപേരും പാടിയിട്ട് പാടിയാ മതിയേ. അടുത്തത് അത് ശരിയാണ് കേട്ടോ, ഉത്തരം ശരിയാണേ. അടുത്തത്. ഓക്കെ ഓക്കെ, രണ്ടു മൂന്ന് പേര് പാടുന്നുണ്ട്. എല്ലാരും പാടിയത് കറക്റ്റ് ആണ്. അടുത്തത്. കർത്തൃകാഹളം മനിൽ കേൾക്കുവാൻ കാലമായില്ലേ പ്രിയരേ, ആശയേറുന്നേ അങ്ങേ കാണുവാൻ. കറക്റ്റ് ആണ്. അടുത്തത്. താൻ വാഴുകയാൽ പ്രാണപ്രിയ യേശുനാഥ. ആണോ? അല്ല, ദൈവത്തിൻ പുത്രനായി യേശുജാതനായി. അടുത്തത്. കാൽ കല്ലിൽ തട്ടാതെ ഞാൻ എന്നെ നന്നായും എന്റെ പ്രാണനായകനേശു. ഓക്കെ, അതാണ് കറക്റ്റ് കേട്ടോ. അടുത്തത്.
ഇന്നലെ മിന്നിയ ഉന്നതത്തെ വസിച്ചിടുവാൻ. ഓക്കെ. അടുത്തത്, ഏതു നേരത്തും പിശാചിടർച്ച ചെയ്തിടുന്നു നല്ല പോരാട്ടം നല്ല പോരാട്ടം. ശരിയാ ജാൻസി സിസ്റ്റർ, നല്ല പോരാട്ടം. അടുത്തത്, ദൈവത്തെ സ്നേഹിക്കുമ്പോൾ നന്മയ്ക്കായി ഭവിച്ചിടുന്നു തിരുഹിതമനുസരിച്ച നന്മയല്ലാതൊന്നും ചെയ്തിടാത്തവൻ ഓക്കെ. എല്ലാവരും നല്ല പാട്ടുകാരാണ്. എല്ലാവരും പെട്ടെന്ന് പറഞ്ഞു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പങ്കെടുത്ത എല്ലാവർക്കും നന്ദി. സിനിബാബു വന്നിട്ടുണ്ടല്ലോ. സിനിബാബു വന്നിട്ടുണ്ടല്ലോ. ഓക്കെ, നല്ല രീതിയിൽ ഒരു സ്പെഷ്യൽ പ്രോഗ്രാം അവതരിപ്പിച്ചു. എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്തു. എല്ലാവരും ചാടി നല്ല രീതിയിൽ പാട്ട് പാടി സഹകരിച്ച എല്ലാവരോടും നന്ദി അറിയിക്കുന്നു. അതുപോലെ പ്രോഗ്രാം അവതരിപ്പിച്ച ശൈല സിസ്റ്ററുള്ള സ്നേഹത്തെ നന്ദി അറിയിക്കുന്നു. തുടർന്ന് നല്ല നല്ല സ്പെഷ്യൽ പ്രോഗ്രാം ആയിട്ട് കടന്നുവരാൻ ദൈവം തുടർന്ന് സഹായിക്കട്ടെ. സിനി സിസ്റ്റർ മൈക്ക് റെഡിയായോ? ശരിയായി. കേൾക്കാനുണ്ടോ? ഇപ്പൊ കേൾക്കുന്നുണ്ട്. അപ്പോൾ ബൈബിൾ റെഫറൻസിലേക്ക് ബൈബിൾ എല്ലാരും എടുത്തെന്ന് വിശ്വസിക്കുന്നു. 1 ശമൂവേൽ 25:15. എന്നാൽ ഞങ്ങൾക്ക് ഏറ്റവും ഉപകാരം ഉള്ളവരായിരുന്നു. എല്ലാരും വായിച്ചിട്ടുണ്ട്. സിസ്റ്ററും മറ്റേ സിസ്റ്റർ ഒക്കെ വായിച്ചിട്ടുണ്ട്. ശൈല സിസ്റ്ററും. യാക്കോബ് 3:10. സ്തോത്രവും സ്തോത്രവും വായിൽ നിന്ന് വന്നപ്പോ അതാണ് കറക്റ്റ്. ഒരു വായിൽ. ഒബത്യാവ് 1:20. ഒബത്യാവ് 1:20. ഈ കോട്ടയിൽ നിന്ന് പ്രവാസികളായി പോയി ഇസ്രായേൽ മറ്റേ ആമച്ചി വായിച്ചു, ആന്റി വായിച്ചിട്ടുണ്ട്. സങ്കീർത്തനം 19:10. വായിച്ചു. ഗലാത്യർ 4:13. ഞാൻ ശരീരത്തിലെ ബലഹീനത. ഓക്കെ, ശരി. ആവർത്തനം 32:28. അവർ ആലോചനയില്ലാത്ത ജാതി. ശരി. യൂദ. അയ്യോ സോറി, അത് പിന്നെ അതിന്റെ ഞാൻ റെഫറൻസ് ചെയ്തില്ല. 1:24. നിങ്ങളെ സൂക്ഷിച്ച് തന്റെ കറക്റ്റ്. അതെ. സഫന്യാവ് 3:14. എബ്രായർ 2:19. ഇല്ല. ലതാഷാജി പറഞ്ഞു ഇല്ല. 2:19 ഇല്ല. എന്താ സംശയം? എസ്തേർ 4:16. ശൂശനിലുള്ള. ശരി, ഞാൻ 12 ക്വസ്റ്റ്യൻ. റോമർ 6:23. ഭാഗത്തിന്റെ ശമ്പളം വരണം അത്രേ. കറക്റ്റ്. സങ്കീർത്തനം 119:143. കഷ്ടവും സങ്കടവും എന്നെ പിടിച്ചിരിക്കുന്നു.
ഓക്കെ, ശരി. എല്ലാരും സഹകരിച്ചതിന് നന്ദി പറഞ്ഞു. 12 ക്വസ്റ്റ്യൻ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓക്കെ, എനിക്ക് കിട്ടിയ പോയിന്റ് ഓക്കെ. എനിക്ക് കിട്ടിയത് ശൈല സിസ്റ്റർക്ക് 6 പോയിന്റ്, ലത സിസ്റ്റർക്ക് 4 പോയിന്റ്, ജെസി സിസ്റ്റർക്ക് 2 പോയിന്റ്, ഗ്രേസി ആന്റിക്ക് 1 പോയിന്റ്. കറക്റ്റ് ആണോ? കറക്റ്റ് ആണെന്ന് തോന്നുന്നു. പ്രോഗ്രാം ലതാ ഷാജി 4 അല്ലേ? ലതാ ഷാജി 4 ആണോ? ലതാ ഷാജി അതെ 4. ഓക്കെ, ശരി. ശൈല സിസ്റ്റർ 6, ജെസി സിസ്റ്റർ 3, ഗ്രേസി ആന്റി 1. ഓക്കെ. പ്രോഗ്രാം അവതരിപ്പിച്ച പ്രിയ സിസ്റ്ററോടും പങ്കെടുത്ത പ്രിയ എല്ലാ സഹോദരിമാരോടും സ്നേഹത്തെ നന്ദി അറിയിക്കുന്നു. തുടർന്ന് ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. തുടർന്ന് നമുക്ക് മെസ്സേജാണ്. മെസ്സേജിന് നമ്മൾ പ്രാർത്ഥിച്ചു. തുടർന്ന് നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം. ഇന്ന് അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ മെസ്സേജ് ദൈവം നൽകുന്നതിനോട് ദൈവങ്ങളിലേക്ക് നമുക്ക് ഒരിക്കലും ഏൽപ്പിക്കാം. അതിനായിട്ട് പ്രിയ മേരി ജോർജ് സിസ്റ്ററെ ക്ഷണിക്കുന്നു. ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം പ്രിയ സഹോദരിക്ക് വേണ്ടിയിട്ട്. ദൈവമേ സ്തുതിക്കുന്ന കർത്താവെ, പ്രിയ സഹോദരിയെ കർത്താവ് ദൈവങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ദൈവത്തിന്റെ വചനത്തിൽ ആഴങ്ങളിലേക്ക് സംസാരിപ്പാൻ തോക്കണം. പരിശുദ്ധാത്മാവിന്റെ അത്യന്തമായ ശക്തി പകരുമാറാകണമേ. കേൾക്കപ്പെടുന്ന വചനമടയും ഓരോരുത്തർ ജീവിതത്തിന് വളരെ അനുഗ്രഹമായി തീരുവാൻ സഹായിക്കണം. അതിനെ പ്രിയ സഹോദരി അഭിഷേകത്താൽ നിറയ്ക്കുമാറാകണം. ദൈവങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. വചന ശുശ്രൂഷയ്ക്കായിട്ട് പ്രിയ മേരി ജോ സിസ്റ്ററെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ദൈവനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. മീറ്റിംഗിലെ എല്ലാ ഭാരവാഹികൾക്കും ഹോസ്പിറ്റലിലെ നമ്മുടെ നമുക്ക് പേയ്മെന്റ് ചെയ്തല്ലോ, അപ്പൊ അതിന് ECHS വഴി അത് കോട്ടയത്ത് പോയി ECHSന്റെ ഓഫീസിലെല്ലാം പോയി. പിന്നെ ലെക്ചർ ലേറ്റ് ആയതുകൊണ്ട് നേരെ മാവേലിക്കരയ്ക്ക് വന്നു, വീട്ടിലോട്ട് പോയി. ഡിവൈസ് ദയവായി ഒന്ന് മ്യൂട്ട് ചെയ്യണം. ദൈവനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ഈ ട്രിനിറ്റി കുടുംബത്തിലെ ലേഡീസ് മീറ്റിംഗിലായിരിക്കുന്ന എല്ലാ ഭാരവാഹികളെയും ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. എല്ലാവരുടെയും പേരൊന്നും അറിയാത്തത് കൊണ്ട് ആരുടെയും പേരെടുത്ത് പറയുന്നില്ല. മേരിക്കുട്ടി ആന്റി, ശൈല സിസ്റ്റർ, പിന്നെ ജാൻസി സിസ്റ്റർ പിന്നെ നേരത്തെ പരിചയമുണ്ട്. കുറെ കാലമായിട്ട് ഞങ്ങൾ കാണാറില്ലെന്നേ ഉള്ളൂ. അധ്യക്ഷയായിരിക്കുന്ന ജാൻസി സിസ്റ്റർ, എല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാവരോടുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഇന്ന് നമ്മള് വചനത്തിൽ നിന്ന് എടുത്തിരിക്കുന്നത് സാത്താന്റെ ചതി എന്നൊരു വേദഭാഗമാണ് ഞാൻ ഇവിടെ തെരഞ്ഞെടുത്തിരിക്കുന്നത്. അതിനായിട്ട് ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം വായിക്കുകയാണ്. സ്ത്രീ പാമ്പിനോട്, തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ ഫലം ഞങ്ങൾക്ക് തിന്നാം, എന്നാൽ നിങ്ങൾ മരിക്കാതിരിക്കേണ്ടതിന് തോട്ടത്തിന്റെ നടുവിലുള്ള വൃക്ഷങ്ങളുടെ ഫലം തിന്നരുത്, വൃക്ഷത്തിന്റെ ഫലം തിന്നരുത്, തൊടുകയും അരുത് എന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. പാമ്പ് സ്ത്രീയോട്, നിങ്ങൾ മരിക്കുകയില്ല, നിശ്ചയം അത് തിന്നുന്ന നാളിൽ നിങ്ങളുടെ കണ്ണ് തുറക്കുകയും നിങ്ങൾ നന്മ തിന്മകളെ അറിയുന്നവരായി ദൈവത്തെ പോലെ ആകുകയും ചെയ്യും എന്ന് ദൈവം അറിയുന്നു എന്ന് പറഞ്ഞു. ഒരു വാക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, നന്ദിയോടെ സ്തോത്രം. വചനം കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന, അടിയനെ ഏൽപ്പിക്കുന്ന കർത്താവെ, ഇതിൽ നിന്ന് കർത്താവിന്റെ ആഴ്മേറിയ ദൂതുകൾ സംസാരിപ്പാൻ അത് കർത്താവ് സഹായിക്കണം. എന്ന് കേൾക്കുന്നതായ എല്ലാവർക്കും അനുഗ്രഹമായി തരുവാൻ ദൈവം സഹായിക്കണം. യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്ന കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ഇവിടെ ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ പിന്നെ പാമ്പ് സ്ത്രീയെ വഞ്ചിക്കുന്ന, അതുപോലെ കൗശലത്തിലൂടെ വഞ്ചിക്കുന്നതായിട്ടാണ് ദൈവവചനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. ഇതിന്റെ പുറകോട്ടുള്ള ഭാഗങ്ങളെല്ലാം നമുക്ക് അറിയാവുന്നത് കൊണ്ട് അതിനെക്കുറിച്ച് നമ്മൾ പ്രത്യേകം എടുത്തു പറയേണ്ടതായിട്ടില്ല. എല്ലാവർക്കും അതിനെക്കുറിച്ച് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് അതിനെ പരാമർശിക്കുക മാത്രം ചെയ്താൽ മതിയല്ലോ. അനേക ഭൂമിയിലെ വൃക്ഷങ്ങളും പിന്നെ കടലിലെയും പിന്നെ ആകാശത്തിലെയും ഭൂമിയിലെ എല്ലാ സസ്യാദികളെയും മൃഗങ്ങളെയും എല്ലാം ദൈവം സൃഷ്ടിച്ചതായിട്ട്, വെള്ളത്തെയും എല്ലാം സൃഷ്ടിച്ചതായിട്ട് ഇതിന്റെ ബാക്കോട്ടുള്ള ഭാഗത്ത് കാണുന്നുണ്ട്. ആദാമിനെ സൃഷ്ടിച്ചു. എല്ലാം കഴിഞ്ഞ് ഈ ആദാമിന്റെ വാരിയിൽ എടുത്ത് ഹവ്വായെ സൃഷ്ടിക്കുന്നതിന് മുമ്പായിട്ട് തന്നെ ദൈവം ഈ കൽപ്പന ആദാമിനോട് പറഞ്ഞതായിട്ട് നമുക്ക് വചനത്തിൽ കാണാൻ കഴിയുന്നു. അപ്പോ
ഇത് പറയുന്ന സമയത്ത് അവ ഇല്ലല്ലോ. അത് കഴിഞ്ഞ് എന്നാൽ ഈ ആദാം പറഞ്ഞു കൊടുത്ത കാര്യങ്ങളാണ്, ദൈവം ഇങ്ങനെ കൽപ്പിച്ചിട്ടുണ്ട് എന്ന് ആദാം അവയോട് പറഞ്ഞു കൊടുത്തതായ ആ അറിവ് വെച്ചിട്ട് അവള് പാമ്പിനോട് പറയുന്നു, അത് തിന്നാൻ പാടില്ല, തോട്ടത്തിലുള്ള വൃക്ഷങ്ങളുടെ ഫലം എല്ലാം നിങ്ങൾക്ക് തിന്നാം, എന്നാൽ നന്മ തിന്മകളുടെ അറിവിന്റെ വൃക്ഷത്തിന്റെ ഫലം തിന്നരുത് എന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ട്, തൊടുകയും അരുത് എന്ന് ഒരു വാക്കും കൂടെ കൂട്ടി അവ പറയുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പൊ നിശ്ചയമായിട്ടും അത് ചെയ്യരുത് എന്ന് ദൈവം കൽപ്പന കൊടുത്തിരുന്നു എന്ന് ആ വാക്യത്തിൽ നിന്നും നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നു. എന്നാൽ അത് മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ കാര്യങ്ങളെല്ലാം, ഇതിനു മുമ്പ് പല വസ്തുക്കളും സൃഷ്ടിച്ചു, മൃഗങ്ങളെയും പിന്നെ കാട്ടിലെ മൃഗങ്ങള്, വൃക്ഷങ്ങള്, ഇതെല്ലാം പിന്നെ സൃഷ്ടിച്ചു എന്നുള്ളത് ഈ സാത്താൻ അറിയാമായിരുന്നു, ഈ പാമ്പിനെ അറിയാമായിരുന്നു. എന്നാൽ ഇതിനു മുമ്പ് എന്തെല്ലാം സൃഷ്ടിച്ചിട്ടുണ്ട് ദൈവം, എന്താണ് ഇതിന്റെ പിന്നിലെ പശ്ചാത്തലം, അതൊന്നും പാമ്പ് സ്ത്രീയോട് പറയുന്നില്ല, ഹവ്വായോട് പറയുന്നില്ല. ഈ വൃക്ഷത്തിന്റെ കാര്യം മാത്രം എടുത്തു പറയുകയാണ്, എടുത്തു ചോദിക്കുകയാണ്, അതിലൊരു ഊന്നൽ കൊടുത്ത് ചോദിക്കുകയാണ്, വാസ്തവമായിട്ട് നിങ്ങൾ കൽപ്പിച്ചിട്ടുണ്ടോ, ദൈവം വാസ്തവമായിട്ട് കൽപ്പിച്ചിട്ടുണ്ടോ എന്ന് എടുത്തു ചോദിക്കുകയും കൂടെ ചെയ്യുന്നു. അപ്പോൾ ഒരു സംശയത്തിന്റെ മുൾമുനയിൽ നിർത്തുന്നതായ ഒരു ചോദ്യമാണ്. അപ്പോൾ ആ വാക്കുകള് ഹവ്വ ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ അത് ഉണ്ടോ, നമുക്കും അങ്ങനെ ഉണ്ടാവുമല്ലോ, അങ്ങനെ പറഞ്ഞിരുന്നോ, ഒരു സംശയം പോലെ തോന്നുമല്ലോ. ആ ഒരു സാഹചര്യത്തില് ഹവ്വയുടെ മനസ്സിനെ ആ ഒരു സന്ദർഭത്തെ ആക്കിക്കൊണ്ട് പാമ്പ് ഇങ്ങനെ ചോദിച്ചപ്പോൾ എന്നാൽ ഹവ്വ അതിന് തക്കതായ മറുപടി കൊടുത്തു. തിന്നരുതെന്ന് പറഞ്ഞിട്ടുണ്ട്, തൊടരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ തൊടരുത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെയും ഹവ്വ ആ സാത്താന്റെ വഞ്ചനയിൽ പെട്ടുപോയി. അങ്ങനെയാണല്ലോ ആ പഴം പറിച്ച് തിന്നുകയും ആദാമിന് കൊടുക്കുകയും ചെയ്യുന്നത്. അങ്ങനെ ആ പഴം തിന്നുന്ന നാളിൽ നിങ്ങൾ മരിക്കും എന്ന് ദൈവം കൽപ്പന കൊടുത്തിട്ടുണ്ട്. 2-ാം അധ്യായത്തിന്റെ 17-ാം വാക്യത്തില് പറയുന്നുണ്ട്, എന്നാൽ നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിന്റെ ഫലം തിന്നരുത്, തിന്നുന്ന നാളിൽ നീ മരിക്കും എന്ന് ആദാമിനോട് കൽപ്പിച്ചിരുന്നു ദൈവം. അപ്പം നീ മരിക്കും എന്നുള്ള കാര്യം ഈ സാത്താൻ നേരെ തിരിച്ചു പറഞ്ഞു കൊടുത്തു. നമുക്കറിയാം എന്താണ് അത് അങ്ങനെ പറഞ്ഞു കൊടുത്തത് എന്ന് വെച്ചാല്, ഈ ആത്മീയ മരണം നിങ്ങൾക്ക് സംഭവിക്കുമെന്ന് ഈ സാത്താൻ പറഞ്ഞു കൊടുത്തില്ല. അതാണ് സാത്താന്റെ ചതി. അവിടെയാണ് സാത്താൻ ഈ ഹവ്വായെ പറ്റിച്ചത്. ആത്മീയമായി നിങ്ങൾ മരിക്കും, എന്നാൽ ലോകത്തിലുള്ള പാപത്തിൻ്റെതായ കണ്ണ് തുറന്നു വരികയും പിന്നെ ആത്മീയ കണ്ണ്, ദൈവമായിട്ടുള്ള ബന്ധത്തിലുള്ള ആത്മീയ കണ്ണ് നഷ്ടപ്പെടുമെന്ന് സാത്താൻ അത് മറച്ചു വെച്ചുകൊണ്ട് സാത്താൻ പറഞ്ഞു, നിങ്ങൾ മരിക്കില്ല നിശ്ചയം, അത് തിന്നാല് നിങ്ങളും ദൈവത്തെ പോലെയാകും, നന്മ എന്താ തിന്മ എന്താ, എന്താണ് ചെയ്യേണ്ടത് ചെയ്യണ്ടാത്തത് എന്ന് അറിവുള്ളവരായി തീരുമെന്ന് സാത്താൻ ഉപദേശം കൊടുക്കുന്നു. ആ ഉപദേശത്തിൽ ഹവ്വ പെട്ടുപോയി പഴം പറിച്ചു തിന്നു, ഭർത്താവിന് കൊടുത്തു. അപ്പൊ അന്ന് തുടങ്ങി ലോകത്തിൽ പാപത്തിൻ്റെതായ ഒരു വിത്ത് വീണു. അതാണ് നമ്മൾ കാണുന്നത്. ആ പഴം പറിച്ചു നിന്ന് നമ്മളാണെങ്കിൽ ഒരു നിസ്സാരമായ ഒരു കാര്യമില്ല, ചെയ്യരുത്. നമ്മളെ വീട്ടിലാണെങ്കിൽ നമ്മൾ മക്കളോട് പറയും ഇന്ന കാര്യം ചെയ്യരുതെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അവർ ചെയ്തെന്നിരിക്കും, അത് വലിയ പ്രശ്നമല്ല. പക്ഷെ ഇവിടെ ദൈവം കൽപ്പിച്ചതായ ആ കൽപ്പന, ദൈവം ഒരു ആജ്ഞ കൊടുത്തു അത് ചെയ്യരുത് എന്ന്, എന്നാൽ അത് ചെയ്തു. തിന്നരുത് എന്ന് പറഞ്ഞ ആ വൃക്ഷത്തിന്റെ ഫലം തിന്നപ്പോൾ അവരുടെ കണ്ണ് തുറന്നു. അപ്പോൾ നാം ഇവിടെ മനസ്സിലാക്കേണ്ടത്, ആ കണ്ണ് തുറന്നു എന്ന് പറയുമ്പോൾ അവരുടെ ആത്മീയമായിട്ടുള്ള ദൈവമായിട്ടുള്ള ബന്ധത്തിൽ ഉണ്ടായിരുന്ന അവരുടെ ആത്മീയ കണ്ണ് നഷ്ടപ്പെടുകയും ലോകത്തിന്റെ പാപത്തിനുള്ള കണ്ണ് തുറക്കപ്പെടുകയും ചെയ്തു. അപ്പൊ അവർക്ക് മനസ്സിലായി, ഇപ്പം സാത്താൻ പറഞ്ഞതുപോലെ തന്നെ ഇത് പിന്നെ നന്മ ഏതാണ് തിന്മ ഏതാണെന്ന് അവർക്ക് മനസ്സിലായി. ആ തിന്മ ആയതുകൊണ്ടാണ് അവര് അവിടെ നിന്ന് പിന്നെ യഹോവയായ ദൈവം നടന്നു വരുന്ന കാലൊച്ച കേട്ടപ്പോൾ അവര് ഞങ്ങൾ നഗ്നരാണല്ലോ എന്ന് വിചാരിച്ച് ഒളിക്കാൻ തുടങ്ങി. അതേ ഒരു അനുഭവം ഇന്ന് നാം ആയിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ അത് തുടർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പാപം ഇങ്ങനെ ചെയ്യുമ്പോൾ അവർക്കറിയാം ഏതൊരു തെറ്റിന്ന് അതല്ലേ നമ്മൾ ടിവിയിലൊക്കെ ഇഷ്ടം പോലെ കാണുന്നതാണല്ലോ. എന്തൊരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ആ തെറ്റ് ചെയ്തിട്ട് ആ പുള്ളി മുങ്ങും. പിന്നെ കുറച്ച് ദിവസത്തേക്ക് കാണൂല, എവിടെ പോയി അറിയില്ല, ആളെ കാണാനില്ല, പ്രതിയെ കിട്ടാനില്ല, തെറ്റ് ചെയ്ത ആളെ പിടിക്കാൻ പറ്റുന്നില്ല. പിന്നെ പോലീസ് അന്വേഷണമായി, പിന്നെ തെരച്ചിലായി, പിന്നെ കുറച്ച് നാൾ കഴിയുമ്പോൾ ചിലർ വന്ന് കീഴടങ്ങി, പോലീസ് സ്റ്റേഷനിൽ വന്ന് കീഴടങ്ങിയെന്ന് പറയുന്നതായിട്ട് നമുക്ക് കേൾക്കാൻ കഴിയും. അപ്പം സാത്താൻ പറഞ്ഞ ആ ഒരു സംഭവമാണിത്. നന്മ ഏതാ തിന്മ ഏതാണെന്നുള്ളത് തിരിച്ചറിയാൻ തുടങ്ങി. ആ തിന്മ മാത്രം മനുഷ്യൻ ചെയ്യാനും തുടങ്ങി. എന്നാൽ നന്മയായിട്ടുള്ള കാര്യം മനുഷ്യന് ചെയ്യാനായിട്ട് കഴിയുന്നില്ല. ആ ആത്മീയ കണ്ണ് ഇല്ലാത്തത് കൊണ്ടാണ് ഈ തിന്മയായിട്ടുള്ള കാര്യം ചെയ്യാൻ പഠിച്ചു, അത് തുടർന്നുകൊണ്ടിരിക്കുന്നു. അത് ചെയ്തു കഴിഞ്ഞിട്ട്
ആദാം ചെയ്തതുപോലെ, ആദാം ഹവ്വായും ചെയ്തതുപോലെ ഒളിക്കുന്ന ഒരു സംഭവം അതിന്ന് നമ്മൾ ധാരാളമായിട്ട് ലോകത്തിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആ ഒരു അവസ്ഥയിൽ ഇങ്ങോട്ട് വരുമ്പോ പിന്നീട് ആദാമിനും ഹവ്വായ്ക്കും 2 മക്കളുണ്ടാകുന്നു. ആ മക്കളുണ്ടായിട്ട് കയീനും ഹാബേലും 2 പേര് അവര് യാഗം അർപ്പിക്കാൻ വേണ്ടി പോയതായിട്ട് 4-ാം അധ്യായം 5-ാം വാക്യം 5 തൊട്ട് 7 വരെയുള്ള വാക്യത്തിൽ കാണുന്നു. കയീനിലും അവന്റെ വഴിപാടിലും പ്രസാദിച്ചില്ല. കയീന് ഏറ്റവും കോപമുണ്ടായി, അവന്റെ മുഖം വാടി. എന്നാറെ യഹോവ കയീനോട്, നീ കോപിക്കുന്നത് എന്തിന്? നിന്റെ മുഖം വാടുന്നതും എന്ത്? നീ നന്മ ചെയ്യുന്നു എങ്കിൽ പ്രസാദമുണ്ടാകയില്ലയോ? നീ നന്മ ചെയ്യുന്നില്ലെങ്കിലോ പാപം നിന്റെ വാതിൽക്കൽ കിടക്കുന്നു, അതിന്റെ ആഗ്രഹം നിങ്കിലേക്കാകുന്നു, നീയോ അതിനെ കീഴടക്കണം എന്ന് കൽപ്പിച്ചു. അങ്ങനെ ഈ പാപം തുടർന്നു വന്നു. അവിടെ തന്നെ ആ ആദാമിന്റെയും ഹവ്വായുടെയും 2 മക്കളിൽ തന്നെ ആ പാപം പെരുകി അവര് കൊലപാതകം നടത്തുന്നു. കയീന്റെ യാഗത്തിൽ ദൈവം പ്രസാദിച്ചില്ല, ഹാബേലിന്റെ യാഗത്തിൽ ദൈവം പ്രസാദിച്ചു. അന്ന് കയീൻ കൃഷിക്കാരനായിരുന്നു, ഹാബേല് ആട്ടിടയനായിരുന്നു. അവരവരുടെ വസ്തുക്കളിൽ നിന്ന് യാഗമർപ്പിക്കാൻ വേണ്ടി ദൈവമുമ്പാകെ കൊണ്ടുപോയി യാഗം അർപ്പിച്ചു. എന്നാൽ ഈ യാഗവസ്തു പിന്നെ കൃഷിക്കാരന്റെ കൃഷി വിഭവങ്ങളിൽ നിന്ന് കൊണ്ടുപോയി യാഗം അർപ്പിച്ചത് കൊണ്ടാണോ ദൈവം പ്രസാദിക്കാതിരുന്നത്? രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ല എന്ന് നമ്മൾ വചനത്തിൽ നിന്ന് മനസ്സിലാക്കുന്നുണ്ട്. എന്നാൽ ഹാബേലിന്റെ യാഗത്തിൽ പ്രസാദിച്ചത് ആട്ടുംകുട്ടിയെ അറുത്തത് കൊണ്ടാണ്. അത് ബലമായിട്ട് ഞാൻ വിശ്വസിക്കുന്നത് അതുകൊണ്ടല്ല. എന്താണെന്ന് വെച്ചാൽ ആ കയീന്റെ മനോഭാവത്തിലുള്ള വ്യത്യാസമാണ് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. കയീന്റെ മനോഭാവം നല്ലതല്ലായിരുന്നു. ചേമ്പാണോ കാച്ചിലാണോ എന്തുകൊണ്ടോ ഈ ഹോമയാഗങ്ങളും ഹനനയാഗങ്ങളും എല്ലാം സമാധാനയാഗങ്ങളും എല്ലാം യാഗങ്ങളെ കുറിച്ച് നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലാകുന്നുണ്ട്. മാംസമില്ലാത്തതായ പിന്നെ ജീവജന്തുക്കളെ ആടിനെയോ ഒന്നും അറക്കാത്തതായ യാഗം നടന്നതായിട്ടും ദൈവോധനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. എന്നാൽ കയീന്റേതായ മനോഭാവത്തിലാണ് വ്യത്യാസം ഉണ്ടായത്. അതുകൊണ്ടാണ് ദൈവത്തിന് സഹിക്കാൻ പറ്റാതെ അപ്രകാരം പറയാൻ ഇടയായി തീർന്നത്. അപ്പോ പാപം നിന്റെ വാതിൽക്കൽ കിടക്കുന്നു. ഈ അന്ന് അവ്വ പറഞ്ഞ പഴം അവ്വയെ കൊണ്ട് തിരിച്ച ആ സാത്താൻ വെച്ച അന്നത്തെ ഇഞ്ചക്ഷൻ ഇങ്ങനെ തുടർന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ജനിതകമായിട്ടും വരും പോലെ ഇങ്ങനെ എല്ലാം പിന്നെ ആ പാപം അങ്ങനെ തുടർന്ന് വന്നതുകൊണ്ട് കയീൻ ആ പാപം കയീനെ ആ ഹാബേലിനെ കൊണ്ടുപോയി വയലിലേക്ക് വിളിച്ചു കൊണ്ടുപോയി അവനോട് ദേഷ്യം തീർത്തു, അനിയനോട് ദേഷ്യം തീർത്തു, അവിടെ വെച്ച് കൊല്ലാനിടയായി തീർന്നു. അപ്പോൾ ഈ വാതിൽക്കൽ കിടക്കുന്ന പാപം എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും ഇന്ന് ലോകത്തിലുള്ള എല്ലാ മനുഷ്യന്റെയും ഗതി അത് തന്നെയാണ്. ആ പാപം ഇന്ന് മനുഷ്യനിലുള്ളതുകൊണ്ട് അവസരം കിട്ടുമ്പോൾ ആ പാപം, ഏത് പാപമാണോ നമ്മുടെ ജീവിതത്തിൽ, മനുഷ്യൻ്റെതായ ജീവിതത്തിൽ ഓരോരുത്തർക്കും ഓരോ പ്രത്യേക സ്വഭാവം, എല്ലാ പാപവും ഒരു മനുഷ്യനുണ്ടാവില്ല. ആ പാപത്തിൽ ഓരോരുത്തർ ചെയ്യുന്ന പാപത്തിന് വളരെ വ്യത്യാസമുണ്ട്. ആ പാപത്തിൽ ഏത് പാപമാണ് ഓരോ വ്യക്തി പിന്തുടരുന്നതെന്ന് വെച്ചാൽ, ആ ആൾക്ക് മോഷ്ടിക്കുന്ന ഒരാളാണെങ്കിൽ അവസരം കിട്ടുമ്പോൾ മോഷ്ടിക്കും, അവസരം നോക്കിയിരിക്കും, അത് മോഷ്ടിക്കും. അല്ലെങ്കിൽ കൊലപാതകമാണെങ്കിൽ അപ്രകാരം അത് ചെയ്യും. അപ്പൊ ആ പാപം വാതിൽക്കൽ കിടക്കുകയാണ്. അതിനെ കീഴടക്കാനുള്ള ശക്തി ഇന്ന് ലോകത്തിലുള്ള മനുഷ്യനെ ഇതൊന്നും അറിയുന്നില്ല, ചിന്തിക്കുന്നില്ല, ഒന്നും അറിയാത്തത് കൊണ്ട് അപ്രകാരമുള്ള അവസ്ഥയിൽ തന്നെ തുടരുന്നു. പിന്നെ 2 കൊരിന്ത്യർ 11-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം. എന്നാൽ സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. ഇത് അപ്പസ്തോലനായ പൗലോസ് പറയുന്ന കൊരിന്ത്യയിലെ വിശ്വാസികളോട് പറയുന്ന ഭാഗമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇപ്രകാരം സർപ്പം ഹവ്വായെ ചതിച്ചതുപോലെ നമ്മൾ ഒരു കാലത്ത്, നേരത്തെ ഞാൻ പറഞ്ഞ ആ ഒരു ഭാഗം ലോകമനുഷ്യനെ ഉൾപ്പെടുത്തിയിട്ടുള്ള കാര്യമാണെന്ന് സംസാരിച്ചത്. ഇപ്പം ദൈവമക്കളുമായിട്ടുള്ള നമ്മളുമായിട്ടുള്ള നമ്മൾ ദൈവവചനവുമായിട്ട് താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ ഹവ്വായെ എങ്ങനെയാണോ പിശാച് ചതിച്ചത്, അതുപോലെ തന്നെ ഈ പുതിയ നിയമത്തിലുള്ള നമ്മൾ ഓരോരുത്തരുമായിരിക്കുന്ന നമ്മളെയും ഈ പിശാച് ഇങ്ങനെ ചതിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കും. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴാണോ ഈ പിശാചിൻ്റെതായ പ്രവൃത്തി ഉണ്ടാകുന്നതെന്ന് നമ്മൾ പോലും അറിയില്ല. നമ്മൾ നല്ല കാര്യം ചിന്തിച്ച് ഇങ്ങനെ നല്ല രീതിയിൽ ജീവിക്കണം, ആത്മീയമായിട്ട് നന്നായി പ്രാർത്ഥിക്കണം, നല്ല രീതിയിൽ ജീവിക്കണം എന്ന് വിചാരിച്ച് ഇങ്ങനെ ഇരിക്കുന്ന അടുത്ത സന്ദർഭത്തിലായിരിക്കും
പിശാച് ഏതെങ്കിലും ഒരു രീതിയിൽ നമ്മുടെ ജീവിതത്തിലേക്ക് ഓരോ പ്രശ്നങ്ങൾ കൊണ്ടുവന്നിട്ട് നമ്മുടെ ഹൃദയം ദൈവത്തിൽ നിന്ന് അകന്നു പോകുകയും നമുക്ക് പാടാനും കഴിയില്ല, പ്രാർത്ഥിക്കാനും കഴിയില്ല, ദൈവോധനം വായിക്കാൻ കഴിയില്ല, ദൈവമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് നമ്മൾ അന്യപ്പെട്ടു പോകുന്നത്. ദൈവം എന്ത് കൽപ്പിക്കുന്നുണ്ടോ അതിന് വിപരീതമായിട്ടാണ് പിശാച് നമ്മുടെ ജീവിതത്തിലാണെങ്കിലും പ്രവർത്തിക്കുന്നത്. അപ്പോൾ നമ്മൾ വളരെയധികം ത്യാഗം കഴിച്ചിട്ട് തന്നെ വേണം ഈ വിശ്വാസ ജീവിതത്തിന് വേണ്ടി നിലനിൽക്കാനായിട്ട്. ഉപായത്താലാണ് ചതിച്ചത്. അതുപോലെ തന്നെ നമ്മളെ ഉപായത്താൽ ചതിക്കാനുള്ള എല്ലാ തന്ത്രങ്ങളും പിശാചിന്റെ കയ്യിലുണ്ട്. ആ പ്രവൃത്തിയിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടണം എന്നുണ്ടെങ്കിൽ നമുക്ക് ദൈവത്തിലുള്ള ആശ്രയം കൂടുതലായേ പറ്റുള്ളൂ. അപ്പൊ സമയം അതിക്രമിച്ചു പോയതുകൊണ്ട് ഞാൻ എടുത്തു വെച്ച ഭാഗങ്ങളെല്ലാം വായിക്കുന്നില്ല. എഫേസ്യ ലേഖനത്തിൽ നിന്ന് മനുഷ്യനും ഇപ്രകാരം ചതിക്കുന്നതായ അവസ്ഥയുണ്ട്. ഒരു വിശ്വാസത്തിലേക്ക് വന്ന ഒരു വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിയെ പിന്തിരിപ്പിക്കാനായിട്ട് ഈ സാത്താൻ ശ്രമിച്ച ആ സാത്താന്റെ പ്രവൃത്തി അപ്രകാരമുള്ള മനുഷ്യൻ്റെതായ ഉപായത്താലുള്ള ചതി മനുഷ്യനും ചെയ്യുന്നുണ്ട്. അത് വിശ്വാസികളാകാം, ദുരുപദേശമാകാം, പല രീതിയിലും ദൈവമക്കളെ പിന്തിരിപ്പിക്കുന്നതായ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ, ഉപായത്താലുള്ള ചതി ഇന്നത്തെ കാലത്തും നടക്കുന്നുണ്ട്. അപ്രകാരമുള്ള എല്ലാവിധമായ പൈശാചികമായ പോരിൽ നിന്നും ദൈവം നമ്മളെ വിടുവിക്കേണ്ടതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥനയോടെ പിന്നെയും ക്രിസ്ത്യൻ ജീവിതത്തിൽ തുടരാം. സമയം അനുവദിച്ചു തന്ന ദൈവദാസിയോടുള്ള നന്ദിയും സ്നേഹവും അറിയിച്ചതുകൊണ്ട് വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ നല്ലൊരു മെസ്സേജ് തന്ന പ്രിയ മേരി സിസ്റ്ററുള്ള നന്ദി അറിയിക്കുന്നു, സ്നേഹത്തെ അറിയിക്കുന്നു. സാത്താന്റെ ചതി എന്നതിനെ കുറിച്ചുള്ള വിഷയത്തെ ആസ്പദമാക്കിയാണല്ലോ പ്രിയ സിസ്റ്റർ നമ്മളോട് വചനം സംസാരിച്ചത്. സാത്താന്റെ ചെയ്തു പറഞ്ഞാൽ ആദവും ഹൗവായും ഏതൻ തോട്ടത്തിലായിരുന്ന സമയം ആദത്തിന് കൂട്ടായിട്ട് കൊടുത്ത ഹൗവ കൂട്ടായ്മ ബന്ധം വിട്ട് പ്രിയ ഭർത്താവിന്റെ അടുത്തുനിന്ന് വിട്ടുമാറി സ്വന്തമായിട്ടൊന്ന് നടക്കാൻ ഇറങ്ങിയ സമയത്താണ് സാത്താൻ അവളെ ഉപായത്തിൽ ചതിച്ചത്. അപ്പോൾ ഒന്നാമത്തെ ചതി വന്നത് കൂട്ടായ്മ ബന്ധം നഷ്ടപ്പെട്ടതാണ്. രണ്ടാമത്തെ മക്കളിൽ വന്നത് അവരെ യാഗം കഴിക്കേണ്ടത് വ്യവസ്ഥയല്ലാതെ വണ്ണം ഒരാളെ യാഗം കഴിച്ചു, വ്യവസ്ഥപ്രകാരം ഒരാളെ യാഗം കഴിച്ചു. വ്യവസ്ഥപ്രകാരം യാഗം കഴിച്ചതിൽ ദൈവം പ്രസാദിച്ചു, വ്യവസ്ഥപ്രകാരം അല്ലാതെ യാഗം കഴിച്ചതിൽ ദൈവം പ്രസാദിച്ചില്ല. അതിനാൽ വീണ്ടും പറയുന്നുണ്ട്, പാവം നിന്റെ വാതിൽക്കൽ കിടക്കുന്നു, അതിന്റെ ആഗ്രഹം നിന്നോടാകും. നമ്മൾ വ്യവസ്ഥ വിട്ട് എവിടെ പോയാലും സാത്താനിന്റെ പിടി അപ്പോൾ വീഴും. അപ്പോൾ വ്യവസ്ഥപ്രകാരം ദൈവം തന്നിരിക്കുന്ന നിയമപ്രകാരം വ്യവസ്ഥപ്രകാരം അല്ലാതെ യാത്ര തുടർന്നാൽ സാത്താൻ ചതിയിൽ വീഴിക്കും. അവന്റെ ഉപായത്താൽ വീണു പോകാൻ ഇടയെത്തരും. നമ്മൾ വിശ്വാസികളായ നമ്മൾ അത് വളരെ ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. കാരണം പാപം വാതിൽക്കൽ കിടക്കുന്നു, അതിന്റെ ആഗ്രഹം നിന്നോടാകുന്നു എന്ന് പറഞ്ഞതുപോലെ നമ്മളെപ്പോഴും ഏതെല്ലാം വിധത്തിൽ കൊടുക്കാനാണ് സാത്താൻ ശ്രമിക്കുന്നത് നോക്കി സാത്താന്റെ ചതിയിൽ പെടാതെ വണ്ണം ഈ ദിവസങ്ങളായി ദൈവകൃപയിൽ ആശ്രയം വെച്ചുകൊണ്ട് ദൈവികമായ വാഗ്ദത്ത പ്രകാരം ദൈവമുഖത്തേക്ക് മാത്രം നോക്കിക്കൊണ്ട് യാത്ര ചെയ്യുവാൻ ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. വചനം സംസാരിച്ച പ്രിയ സഹോദരങ്ങളെ ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു. ഞങ്ങൾക്ക് ദീർഘവർഷങ്ങളായിട്ട് നേരത്തെ പരിചയം ഉള്ളതാണ്. ഇന്ന് വീണ്ടും കാണുവാനും വചനം സംസാരിക്കുന്ന ദൈവം സഹായിച്ചവർക്ക് ദൈവം നന്ദിയോടെ സ്തുതിക്കുന്നു. ഇതുവരെയും നമുക്ക് ഒരുമിച്ചായിരിക്കാൻ ദൈവം സഹായിച്ചു. നമുക്ക് നമ്മുടെ സഹോദരിമാരുടെ എണ്ണം ഇപ്പോൾ വളരെ ചുരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യം വളരെ ഉണ്ടായിരുന്നു, ഇപ്പോൾ നമ്മുടെ സഹോദരിമാർ എവിടെ പോയെന്ന് അറിയത്തില്ല. ഇനി അടുത്ത ലേഡീസ് മീറ്റിങ്ങിന് നമ്മുടെ എല്ലാ സഹോദരിമാരുടെ എണ്ണം കൂടി നമ്മളൊന്ന് കൂട്ടേണ്ടത് ആവശ്യമാണ്. നമ്മൾ സൃഷ്ടിച്ചു പോകുന്നത് ശരിയല്ലല്ലോ. നമ്മുടെ കൂട്ടായ്മ ബന്ധം നഷ്ടപ്പെടുമ്പോഴാണ് സാത്താൻ കയറുന്നത്. ആദ്യം ഹവ്വയെ സാത്താൻ പരീക്ഷിച്ചതുപോലെ നമ്മുടെ കൂട്ടായ്മ ബന്ധം ഇപ്പൊ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കൂട്ടായ്മ ബന്ധം കൂടി വരുവാനായിട്ട് നമ്മൾക്ക് വീണ്ടും ഉത്സാഹിക്കാം, പ്രാർത്ഥിക്കാം, സഹകരിക്കാം എന്ന് നമ്മൾ പ്രാർത്ഥിച്ച് ആശീർവാദം പറയാം. പ്രാർത്ഥിക്കുന്നതിന് വേണ്ടിയിട്ട് ബേബി കുട്ടി സിസ്റ്റർ ക്ഷണിക്കുന്നു. ആശീർവാദം പറയാനായിട്ട് ഗ്രേസ് കൊളാൻഡിയെ ക്ഷണിക്കുന്നു. ബേബിക്കുട്ടി സിസ്റ്ററിലെ ബേബിക്കുട്ടി സിസ്റ്റർ പോയി ഗ്രേസി പോളാൻഡ് പ്രാർത്ഥിച്ച് ആശീർവാദം പറയാം. കർത്താവേ, സ്തോത്രം സ്തോത്രം. എന്റെ കർത്താവ്, എന്റെ ദൈവമായ സ്വർഗ്ഗസ്ഥ പിതാവേ,
അനുഗ്രഹിക്കട്ടെ. വിലയേറിയ സമയത്തിനായിട്ട് നന്ദിയോട് സ്തോത്രം. ഇന്നത്തെ പൽക്കാലം ദൈവസ്ഥനിൽ കടന്നു വരുവാൻ ഭാഗ്യം നൽകിയല്ലോ കർത്താവെ. ഇന്നത്തെ കാര്യങ്ങളെല്ലാം സങ്കീർത്തനം, വായന, പ്രാർത്ഥന, വചനത്തെ ശുശ്രൂഷിക്കുവാൻ എല്ലാ കാര്യങ്ങളും ചെയ്യുവാൻ നിന്റെ കുഞ്ഞുങ്ങളെ ബലപ്പെടുത്തിയല്ലോ. നന്ദിയോട് സ്തോത്രം. എല്ലാം അങ്ങോട്ട് നാം മഹത്വമാക്കി തരണേ. അടിയങ്ങളെ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, എല്ലാ പ്രിയപ്പെട്ട കുടുംബങ്ങളെയും പേരുപേരായി ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരെയൊക്കെ കർത്താവ് ഏൽപ്പിച്ചതായ താലന്തുകൾ വിശ്വസ്തയോടെ ചെയ്ത് ദൈവനാമഹത്വത്തിന് വേണ്ടി ചെയ്യുവാൻ വീണ്ടും സഹായിക്കണേ. ദൈവമേ, സഹോദരിമാരുടെ കൂട്ടായ്മയിൽ കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ട കുടുംബങ്ങളെയും അവരുടെ ഭാരപ്പെടുന്ന വിഷയങ്ങൾ, രോഗിയുടെ വിഷയങ്ങൾ, കുഞ്ഞുങ്ങളുടെ വിഷയങ്ങൾ, ഏതെല്ലാം വിഷയത്തിൽ അവർ ഞരങ്ങുന്നുണ്ടോ കർത്താവെ, അപ്പാ ദൈവത്തിന് സ്തോത്രം. ഹൃദയം ഞുറുകിയൊക്കെയോ സമീസ്തനാണ് അവരെ സഹായിക്കുന്ന ദൈവമാണ് കർത്താവെ. ഏത് സമയത്ത് വിളിച്ചപേക്ഷിങ്ങൾ ഉത്തരം നൽകുന്ന എന്റെ കർത്താവ്, എല്ലാവരുടെയും പ്രാർത്ഥനാ വിഷയത്തിനുമേ സഹായിക്കണമേ. അവിടുന്ന് ചെയ്ത എല്ലാ നന്മകൾക്കായിട്ട് സ്തോത്രം. എല്ലാം അങ്ങോട്ട് നാം മഹത്വമാക്കണേ. സ്വർഗം സന്തോഷിക്കുന്ന സമയങ്ങളാക്കി തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ചെയ്ത എല്ലാ നന്മകൾക്കായിട്ട് സ്തോത്രം. കുഞ്ഞാന്റെ രക്തത്തിൽ വീണ്ടും ഞങ്ങളെ എല്ലാവരെയും കഴുകണമേ, ശുദ്ധീകരിക്കണേ. ഏഴേയും കുടുംബമായി താഴ്ത്തി ഏൽപ്പിക്കുന്നു. മഹത്വം കർത്താവ് എടുക്കണേ. എല്ലാം യേശുവിന്റെ നാമത്തിൽ അപേക്ഷിങ്ങൾ കുറവയോട് കേൾക്കണമേ. ആമേൻ. സ്തോത്രം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം പിതാവായ ദൈവത്തിന് സ്നേഹം, നമ്മെ ആശ്വസിച്ച പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ ഇന്നും എല്ലായ്പ്പോഴും എപ്പോഴും എല്ലാവരോടും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞ പ്രിയ ഗ്രേസിയനോടുള്ള സ്നേഹത്തെ നന്ദി അറിയിക്കുന്നു. അന്നത്തെ പ്രോഗ്രാം ലീഡ് ചെയ്യാൻ അവസരം തന്ന പ്രിയ ശൈല സിസ്റ്ററുള്ള നന്ദി അറിയിക്കുന്നു. പ്രോഗ്രാം എല്ലാം അവതരിപ്പിച്ച എല്ലാ സഹോദരിമാരോടും സ്നേഹത്തെ നന്ദി അറിയിക്കുന്നു. തുടർന്ന് അടുത്ത ആഴ്ചകളിൽ എല്ലാവരും ശക്തമായ രീതിയിൽ മുന്നോട്ട് വരുവാൻ ദൈവം സഹായിക്കട്ടെ. എല്ലാ പ്രോഗ്രാമുകളും സന്തോഷിതമായി നടത്തും. തുടർന്നും ദൈവം ബലപ്പെടുത്തട്ടെ, കൃപ നൽകട്ടെ. എത്രത്തോളം അവസരം നൽകിയതിനോട് ദൈവത്തെ നന്ദിയോട് സ്തുതിക്കുന്നു. അതിന് അവസരം ഒരുക്കി തന്ന പ്രിയപ്പെട്ടവരോട് നന്ദി അറിയിക്കുന്നു. തുടർന്നുള്ള പരിപാടിക്ക് വേണ്ടിയിട്ട് സെക്രട്ടറി ശൈല സിസ്റ്റർ ക്ഷണിക്കുന്നു. കർത്താവിന്റെ ഇത് പരിശുദ്ധ നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ നമ്മുടെ ലേഡീസ് മീറ്റിംഗ് വളരെ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ നടത്തപ്പെടുവാനിടയായി, നല്ല രീതിയിൽ നമ്മുടെ ജാൻസി സിസ്റ്റർ ലീഡ് ചെയ്യാൻ തൊക്കണം ഇടയായി തീർന്നതിനായി സ്തുതിക്ക് പ്രിയ സഹോദരിയോടുള്ള നന്ദി അറിയിക്കുന്നു. അതുപോലെ നമ്മുടെ ജെസി സിസ്റ്ററിലൂടെ നല്ല സങ്കീർത്തനം, നല്ല പ്രബോധനങ്ങളൊക്കെയും കേൾക്കുവാനിടയായി. അതുപോലെ ലീന അലക്സാണ്ടറിന് പകരമായി നമ്മുടെ ലതാ ഷാജി സിസ്റ്റർ മധ്യസ്ഥ പ്രാർത്ഥന ലീഡ് ചെയ്യുവാൻ തൊക്കണം ഇടയായി തീർന്നു. അതുപോലെ വിനോയ് എന്ന് പറയുന്ന പ്രിയ സഹോദരി നല്ലൊരു പാട്ട് പാടി ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത് കേൾക്കുവാൻ നമുക്ക് ദൈവം സഹായിച്ചു. അതുപോലെ ബൈബിൾ റെഫറൻസ് നടത്തുവാനായിട്ട് സിൻ സിസ്റ്ററെ ദൈവം സഹായിച്ചു. അതുപോലെ മെസ്സേജ് പറയുവാൻ മേരി സിസ്റ്ററെ ദൈവം സഹായിച്ചു. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞപ്പോൾ തന്നെ പ്രിയ സഹോദരി പ്രസംഗിക്കാമെന്ന് ഏൽക്കുകയും യാതൊരു മടിയും കൂടാതെ ഏൽക്കുകയും ഇന്ന് ദൈവം പ്രിയ സഹോദരി ഉപയോഗിക്കുകയും ചെയ്തതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ടവരോടും നന്ദി അറിയിക്കുന്നു. ഇന്ന് നമ്മുടെ എണ്ണം ഇപ്പൊ തീരെ കുറവായതുകൊണ്ട് നമുക്ക് പ്രോഗ്രാം ഇപ്പൊ ഞാൻ തയ്യാറാക്കുന്നില്ല. ഓരോരുത്തർക്കും വിളിച്ച് പ്രോഗ്രാം കൊടുക്കാം. ഓക്കെ, എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഇപ്പോൾ നമുക്ക് പിരിയാം. എല്ലാവരും ദൈവം അനുഗ്രഹിക്കും. നമ്മുടെ ഗ്രേസി പോൾ ആന്റി മധ്യസ്ഥ പ്രാർത്ഥന നടത്തണം കേട്ടോ അടുത്ത ആഴ്ച, അടുത്ത പ്രാവശ്യം. ഓക്കെ ഓക്കെ ഓക്കെ. മറ്റേ മേരി സിസ്റ്റർ ഇറങ്ങിയോ? മേരി സിസ്റ്റർ സാക്ഷ്യം പറയണം. മേരി സിസ്റ്റർ ഇറങ്ങിയോ? കാണുന്നില്ല. അല്ല, ഞാൻ പറഞ്ഞു കൊടുത്തോളാം. ഓക്കെ.